Welcome to MedVentures, where we explore the dynamic field of physiotherapy with esteemed practitioner Gigi George. Join us as Gigi not only shares his journey to becoming the physiotherapist for the Indian national football team, but also sheds light on the benefits of physiotherapy, from enhancing mobility and relieving pain to promoting overall well-being. Let's discover how physiotherapy empowers individuals to live their best lives. Get ready to dive deep into the world of sports medicine and rehabilitation with Gigi George as our guide. Welcome, Gigi George, ഞങ്ങളുടെ ചാനൽ മെഡ് വെഞ്ചേഴ്സ്. സോ നോർമലി ഞങ്ങളിപ്പോൾ ഒരു 80s ബോൺ കുട്ടിയായതുകൊണ്ട് ആസ് എ ചൈൽഡ് ഞങ്ങൾ എപ്പോഴും എല്ലാവരും പറയുന്നത് എന്താ, ഡോക്ടർ ആവുക, ടീച്ചർ ആവുക, നേഴ്സ് ആവുക. എങ്ങനെയാണ് ജിജി ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞൊരു പ്രൊഫഷൻ കണ്ടുപിടിച്ചതും അറിഞ്ഞതും? അപ്പൊ ഞാനിതിൽ ശരിക്കും പറഞ്ഞാൽ ഫിസിയോതെറപ്പി ആയിരുന്നു ആദ്യം. അപ്പൊ തുടക്കുമ്പോ നമുക്ക് പറയാന്ന് വെച്ചാൽ ശരിക്കും ഇതിലേക്ക് വന്ന ഒരു ഇത് ചിലവർക്ക് പറയും, ചില റോൾ മോഡൽസ് ഉണ്ട് അങ്ങനെ പറയും. പക്ഷെ ഇതില് ഒരു പ്ലെയർ ആവുമ്പോൾ നമ്മള് ഇടയ്ക്ക് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഒക്കെ ഇങ്ങനെ കളി വാച്ച് ചെയ്യും, അല്ലെങ്കിൽ ടീം ഫിസിയോസ് ഇങ്ങനെ ഗ്രൗണ്ടിൽ ഓടി പോകുന്നത് ഇതൊക്കെ ഓൾറെഡി കാണാറുണ്ട്. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി സ്വാഭാവികമായിട്ട് മനസ്സിനുള്ളിൽ ഓൾറെഡി ഒരു മോഹം തോന്നി, എന്താ ഫിസിയോ എന്നുള്ള പ്രൊഫഷൻ ഉണ്ടല്ലോ. ഇതൊക്കെ തോന്നി കഴിഞ്ഞപ്പോൾ നമുക്കൊരു മനസ്സിലൊരു ആഗ്രഹം വന്നു. പിന്നെ ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞ പോലെ കറക്റ്റ് ഇരുന്ന് പഠിക്കുന്ന രീതി കാരണം കൊണ്ട് നമുക്ക് ഓവർ ഓട്ടോമാറ്റിക്കലി ഇത് പഠിച്ച് ഇത് മാർക്ക് ചില കാര്യത്തിൽ ഫാദർ ഓട്ടോമാറ്റിക് ഡോക്ടർ ആവുന്നു. ഡോക്ടർ ക്യാപ്റ്റൻ ജോർജ് ഒറീസ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ഗവൺമെന്റ് സർവീസ് റിട്ടയർ. അപ്പോൾ ആളും കുറച്ച് ഇതിലൊക്കെ ഇൻവോൾവ് ആയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് മദറും അവര് പറഞ്ഞില്ല, അവൻ എന്തായാലും ഒരു ഇതെല്ലാം ആക്കണം, അല്ലെ ഡോക്ടർ ഒരു BDS എങ്കിലും അങ്ങനെ ആക്കുന്ന ഇതായിരുന്നു. അപ്പൊ ഞാൻ എപ്പോഴും എന്റെ ട്രെയിനീസിന്റെ അടുത്ത് പറയും, ഓട്ടോമാറ്റിക്കലി ഞാൻ അല്ലെങ്കിൽ ഒരു പല്ല് ഡോക്ടർ ആവേണ്ടതായിരുന്നു ഇത് പറയുന്നു. അപ്പൊ അങ്ങനെ വന്ന് എനിക്ക് മാർക്സിന്റെ കുറച്ച് ഇഷ്യൂ കൊണ്ട് ഓട്ടോമാറ്റിക്കലി അവസാനം ഞാൻ ഓട്ടോമാറ്റിക് ഫിസിയോതെറപ്പി എന്തായാലും പഠിക്കണം എന്ന് പറഞ്ഞ ഡിഗ്രിക്ക് ശേഷം ഒരു ഇതിലേക്ക് എത്തിന്ന് തന്നെ പറയാം. ശരിക്കും ദൈവം സഹായിച്ചെന്ന് തന്നെ ഞാൻ പറയാം ഇതിൽ പറയുമ്പോ. ഓക്കെ. അപ്പോ ഈ ഫിസിയോതെറാപ്പി ബേസിക്കലി എന്താണ്? ഇപ്പൊ ഞങ്ങൾക്കിപ്പോ അലോപ്പത്തിയെ പറ്റി കുറച്ചറിയാം, ആയുർവേദത്തിനെ പറ്റി കുറച്ചറിയാം, ഹോമിയോപ്പത്തിയെ പറ്റി അറിയാം. പക്ഷെ ഫിസിയോതെറാപ്പി ഐ ഫീൽ നാട്ടിൽ ആർക്കും അധികം ഒരു ഇമ്പോർട്ടൻസ് ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പൊ എന്താണ് ഫിസിയോതെറാപ്പി ഇൻ എ നട്ട്ഷെൽ ഒന്ന് പറയാൻ പറ്റും? അതില് നമ്മൾ പറഞ്ഞു വരാന്ന് വെച്ചപ്പോ നമുക്കറിയാം ശരിക്കും നാട്ടിൽ ഇത് ഇല്ല. ഞാൻ പറയാ നാട്ടിൽ നിന്ന് ഞാൻ പറയുള്ളൂ, പ്രത്യേകിച്ച് കേരളത്തിൽ. ബട്ട് ഇപ്പൊ നമ്മൾ നോർത്ത് ഇന്ത്യയിലെന്ന് വെച്ചാൽ കുറച്ചുകൂടി ദേ ആർ മച്ച് അവെയർ ഓഫ് ഇതിനെ ഫിസിയോതെറപ്പിനെ കുറിച്ചിട്ട് കുറച്ചുകൂടി നന്നായിട്ട് അറിയാം. പക്ഷെ ഇതില് നാട്ടിൽ ഇതുവരെ നമ്മൾ ഫിസിയോതെറപ്പി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഓട്ടോമാറ്റിക്കലി നമ്മൾ ഒരു പെയിൻ കുറയ്ക്കുക ആ ഒരു ഇത് മാത്രമല്ല. അതായത് കറക്റ്റ് ആയിട്ടുള്ള നമ്മള് പ്രോപ്പർ അസസ്മെന്റ് ഇത് വഴി ഓട്ടോമാറ്റിക്കലി നമ്മൾ ഓട്ടോമാറ്റിക് മസ്കുലർ സ്കെലറ്റ് ആയാലും ന്യൂറോ ആയാലും ഇത് വഴി നമുക്ക് മൊഡാലിറ്റീസ്, ബാക്കി ട്രീറ്റ്മെന്റ്സ്, ബാക്കി മാനിപ്പുലേഷൻസ്, ബാക്കി എക്സസൈസ് ഇത് വഴി അവരെ നമുക്ക് ബാക്ക് ടു ലൈഫ്, നമ്മുടെ ജീവിതത്തിന്റെ പഴയ ഒരു രീതിയിലേക്ക് അവരെ കൊണ്ടുവരാം. കാരണം എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ പുനരധിവാസം എന്ന് പറയുമ്പോൾ ഒരു വെള്ളപ്പൊക്കം വന്നു നമ്മൾ ചെയ്തു, നമ്മൾ അവരുടെ നല്ലൊരു വീടിൽ നിന്ന് അവരെ പോയിട്ട് പഴയൊരു വീട്ടിലേക്ക് തന്നെ മാറി കഴിഞ്ഞാൽ ഒരിക്കലും ഒരാൾ സാറ്റിസ്ഫൈഡ് ആവില്ല, അല്ലെങ്കിൽ അവർക്ക് സന്തോഷം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഇത് ചെയ്യുമ്പോൾ ബാക്ക് ടു 100% അവരെ പഴയ രീതിയിലേക്ക് എത്തിക്കാന്നുള്ള ഫിസിയോതെറപ്പിയുടെ ഒരു വലിയൊരു റോളാണ്. അസസ്മെന്റ്, ട്രീറ്റ്മെന്റ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ട് അത് ഫിസിയോതെറപ്പിയുടെ ആ ഒരു രീതിയിലേക്ക് വരുമ്പോൾ തന്നെ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് ആ ഡെഫിനേഷനിൽ നിന്ന് തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാക്കാം. അപ്പൊ ബേസിക്കലി ഒരു പേഷ്യന്റ് എപ്പോഴാണ് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണേണ്ടത്? ഇസ് ഇറ്റ് അവർക്കൊരു വേദന വരുമ്പോഴാണോ, അതോ ഒരു ഓർത്തോപെഡിക് ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞിട്ടാണോ അവരൊരു ഫിസിയോതെറാപ്പിസ്റ്റിനെ വിസിറ്റ് ചെയ്യേണ്ടത്? ഞാൻ ഇതിൽ പറയുന്ന കാര്യം ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഇംഗ്ലീഷ് നമ്മൾ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയും. പക്ഷെ ഞാൻ മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ അത് പറയും, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് പറയും. അപ്പൊ അതിൽ പറയുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഇതിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ നോക്കുമ്പോൾ ഒരു ട്രീറ്റ്മെന്റ് മാത്രമല്ല ഫിസിയോതെറപ്പിയുടെ ഒരു ഇത് വരുന്നത്, അതൊരു വെൽനെസ് അല്ലെങ്കിൽ പ്രിവെൻഷൻ ആസ്പെക്റ്റും കൂടിയിട്ട് നമ്മളൊരു അസുഖം വരാണ്ടിരിക്കാൻ അല്ലെങ്കിൽ ഒരു വേദന വരാണ്ടിരിക്കാനും നമുക്ക് നോക്കുമ്പോൾ അപ്പൊ ആ മസിലിന്റെ ഇതിന്റെ നോക്കിയിട്ട് ഏതാ മസിൽ വീക്ക്, അപ്പൊ അതിനനുസരിച്ച് അതും ഒരു ഫിസിയോന്റെ ഒരു റോളാണ്. റെഫറൻസസ് ഒക്കെ ഇത് റെഫറൻസ് ഒക്കെ ഞാൻ പറഞ്ഞു, ഇതിലാണ് ഞാൻ പറഞ്ഞ ടീം വർക്കാണ്. ടുഗദർ എവരി വൺ അച്ചീവ്സ് മോർ, അതാണ് ഞാൻ എപ്പോഴും ഡെഫിനേഷൻ കൊടുക്കാറ്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഉപകാരം അവസാനം എത്തുന്നത് മനുഷ്യരിലേക്ക് തന്നെയാണ്. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക് ഒരു സർവീസ് കമ്മ്യൂണിറ്റി അത് കൊടുക്കാന്ന് പറയുന്നത് പറഞ്ഞ ഫിസിയോന്റെ ഒരു റോളാണ്. പക്ഷെ അതിൽ നമ്മൾ വെൽനെസ് ആണ് ഫസ്റ്റ് നമ്മൾ
തിങ്ക് ചെയ്യേണ്ടത്. എന്നുവെച്ചാൽ നമ്മൾ ഹെൽത്ത് ഈസ് ഇത് പറയുന്ന ഹെൽത്ത് ആണ് ആഡിങ് ലൈഫ് 2 years ആണ് നമുക്ക് ഓട്ടോമാറ്റിക്കലി ആലോചിക്കുന്നത്. അസുഖം വന്ന് ട്രീറ്റ്മെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പെയിൻ എപ്പോഴും ചെയ്യാന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ആ പേഷ്യന്റിനെ ബാക്ക് ടു നോർമലി കൊണ്ടുവരാൻ വരാണ്ടിരിക്കാൻ ശ്രദ്ധിച്ചാൽ അത്രയും നല്ലത്. സോ മെയിൻലി ഒരു ലൈഫ് സ്റ്റൈൽ ഇൻകോർപ്പറേഷൻ ആണ് മെയിൻലി അലോങ് വിത്ത് വെൽനെസ്. ഓക്കെ. സോ ഈസ് മെയിൻലി ഫിസിയോതെറപ്പി ഒരു എക്സസൈസ് ഓറിയന്റഡ് പ്രോഗ്രാം ആണോ, അതോ അതിന് വേറെ എന്തെങ്കിലും മൊഡാലിറ്റീസ് ആഡഡ് ആണോ? ഇതിൽ വരാന്ന് നമ്മൾ എക്സസൈസ് എന്ന് വെച്ചാൽ പൊതുവെ ഇപ്പൊ പണ്ടത്തെ കാലത്ത് തൊട്ട് തന്നെ ഫിസിയോതെറപ്പി എന്ന് പറഞ്ഞാൽ എക്സസൈസ് ചെയ്യുക, ജസ്റ്റ് കുറെ ഈറ്റ് വയ്ക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ ഇത് വയ്ക്കുക. അതിനും ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഓട്ടോമാറ്റിക് ടോട്ടലി ഡിഫറെന്റ് ആണ്. എക്സസൈസ് ഓറിയന്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോമൺ ഒരു എക്സസൈസ് പറഞ്ഞു കൊടുക്കലല്ല ഒരു ഇപ്പോഴത്തെ ഇത് റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് നമുക്ക് വീക്ക്. ചിലപ്പോൾ ഒരു സൈഡ് വീക്ക് ആയിരിക്കും, ഒരു സൈഡ് ഓട്ടോമാറ്റിക് ടൈറ്റ് ആയിരിക്കും. അപ്പൊ അതിനനുസരിച്ച് പ്രോപ്പർ അസസ്മെന്റ് ചെയ്ത് ഓട്ടോമാറ്റിക് ഇത് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ ബാക്കി ടെക്നിക്സ് അല്ലെങ്കിൽ നമുക്ക് മാനുവൽ തെറപ്പി അല്ലെങ്കിൽ ആ ടെക്നിക്സും അത് കമ്പൈൻ ചെയ്തിട്ട് കൂടുതൽ ഞാൻ പറഞ്ഞ പോലെ എവിഡൻസ് ബേസ്ഡും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെന്റ്, പേഷ്യന്റ് ഓറിയന്റഡ് ട്രീറ്റ്മെന്റ് ആണ് ശരിക്കും ഫിസിയോതെറപ്പി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ജനറൽ ഒരു എക്സസൈസ് പറഞ്ഞു കൊടുക്കുക. എക്സസൈസ് ആർക്കായാലും ഇപ്പോഴത്തെ കാലത്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് നമുക്ക് യൂട്യൂബ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഞാൻ പറയുന്ന പോലെ സ്വാഭാവികമായിട്ട് പല ഇതിൽ നിന്നായി നമുക്ക് എക്സസൈസിന്റെ പിക്ചേഴ്സ് കിട്ടും. കിട്ടും. പക്ഷെ അത് ചെയ്തു വരുന്നവര് പലരും ചെയ്തിട്ടും പെയിൻ കൂടിയിട്ടുള്ളവരുണ്ട്, മാറിയിട്ടുള്ളവരും ഉണ്ടാവും. പക്ഷെ നമുക്ക് പ്രോപ്പർ ഗൈഡൻസ് കൂടി ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി റിസൾട്ട് ഓറിയന്റഡ് ലോങ് ടൈം ഇഫക്റ്റ് കിട്ടും. അതെ. ഇപ്പോ സാർ ഇപ്പൊ പറഞ്ഞ ഒരു പോയിന്റ് യൂട്യൂബിൽ കണ്ടു പഠിക്കുന്നു. അപ്പോ ഈ യൂട്യൂബിൽ കണ്ട് പഠിച്ചിട്ട് ഉം. ഇപ്പോ മാറിയിട്ടില്ല, ഉം. സാറിന്റെ അടുത്ത് വരുന്നു. അപ്പൊ ദേ ആർ ഓൾറെഡി കൺഫ്യൂസ്ഡ്. ഉം. അപ്പോ എങ്ങനെയാണ് അവരുടെ മിസ്കൺസെപ്ഷൻസ് അത് ഹാൻഡിൽ ചെയ്യാൻ? ഇസ് ഇറ്റ് ഡിഫിക്കൾട്ട് ഓർ എന്താണ്? വാട്ട് ഈസ് വെൻ പീപ്പിൾ സ്റ്റഡി ഫ്രം ഡോക്ടർ ഗൂഗിൾ, ഹൗ ഡു യു ഫീൽ? എന്താണ്, ഡു യു ഫീൽ ഫോളോയിങ് കംപ്ലീറ്റ്ലി ഓൺ സോഷ്യൽ മീഡിയ? ഇസ് ഇറ്റ് റൈറ്റ് ഓർ റോങ്? ഞാൻ എപ്പോഴും പറയുന്ന ഒരു പേഷ്യൻ്റ് ആണ്. നമുക്ക് സോഷ്യൽ മീഡിയയിലല്ല, പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിൽ സോഷ്യൽ മീഡിയ മാത്രമല്ല കമ്മ്യൂണിറ്റിയുടെ കുറെ പോയിന്റ്സ് കുറെ ഓട്ടോമാറ്റിക് ആ ട്രീറ്റ്മെന്റ് ഈ ട്രീറ്റ്മെന്റ് ഈ അങ്ങനെ ചെയ്യുമ്പോൾ പേഷ്യൻസ് പരമാവധി കൺഫ്യൂസ്ഡ് ആണ്. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മളൊരു ഡയഗ്നോസിസ് ഫിസിയോ എന്നായിരിക്കും ഞാൻ പറയും പ്രൊഫഷണൽ ഡയഗ്നോസിസ്. അപ്പൊ ഓട്ടോമാറ്റിക് ആ പ്രൊഫഷണൽ ഡയഗ്നോസിസ് അവരുടെ അടുത്ത് പറഞ്ഞ് ഇന്നതാണ് റീസൺ, ഇന്നതാണ് കാരണം. നമ്മളൊരു ഇഞ്ചുറി വന്നാലും റൊട്ടേറ്റ് കഫ് എന്ന് പറഞ്ഞാലും അതിൽ പല നമ്മളെ അലൈൻമെന്റും ഇതിനനുസരിച്ചിട്ട് എക്സസൈസ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. എല്ലാം മനുഷ്യരും വേറെ വേറെ നമ്മൾ പറയും ദൈവം ഓരോ രീതിയിലാണ് സൃഷ്ടിച്ചതാണ്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് വരുമ്പോൾ പലരുടെയും ശരീരഘടന പല രീതിയിലായിരിക്കും. ഒരു എക്സസൈസ് ഒരാൾക്ക് പറ്റണമെന്നില്ല. അവിടെയാണ് നമുക്കിപ്പം കമ്മ്യൂണിറ്റി ഫോൾട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് പ്രോപ്പർ ഗൈഡൻസ്, പ്രോപ്പർ അസസ്മെന്റ്, അല്ലെങ്കിൽ നമുക്ക് ട്രീറ്റ്മെന്റ് എന്ത് വേണമെങ്കിലും ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷെ അസസ് ചെയ്തിട്ട് ഒരു പ്രൊഫഷണൽ ഫിസിയോ എന്നായിരിക്കും ഞാൻ പറയപ്പെടും പ്രൊഫഷണൽ ഡയഗ്നോസിസ്. അത് ചെയ്തതിന് ശേഷം നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് ഓട്ടോമാറ്റിക്കലി കിട്ടും. അവിടെയാണ് നമുക്ക് ഈ യൂട്യൂബൊക്കെ നോക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി പല പേഷ്യൻസും വരാറുണ്ട്, യൂട്യൂബ് ചെയ്തു എന്റെ പെയിൻ കൂടി. ചിലപ്പോൾ അതിൽ 10 ഒരാൾക്ക് ചിലപ്പോൾ അത് ചെയ്തിട്ട് കുറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ പ്രോപ്പർ ഇതെന്ന് വെച്ചാൽ എല്ലാം ഓരോരുത്തരുടെയും ശരീരം ഓരോ മസിൽസ് ഓരോ വേരിയഡ് ആണ്, എല്ലാവരും ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് എക്സസൈസ് നമുക്ക് ഏക്കാത്ത അല്ലെങ്കിൽ ഡോക്ടർ ഗൂഗിൾ എഫക്ട് ആവാത്തത്. ബിക്കോസ് ഞാൻ ജിജി പറയുന്ന ഓരോ കാര്യം ഞാൻ യോജിക്കുന്നു. ബിക്കോസ് ഇപ്പൊ എന്റെ അടുത്ത് ഇപ്പൊ പേഷ്യന്റ് വരാണ്, ഇമ്മീഡിയറ്റ്ലി കാണിക്കുന്നത് ഡോക്ടർ ഈ MRI ഒന്ന് നോക്ക്. അപ്പൊ ഞാൻ പറയും എനിക്ക് MRI അല്ല കാണേണ്ടത്, ഐ നീഡ് ടു സീ ഓർ ഐ നീഡ് ടു ക്ലിനിക്കലി അസസ് യു. സോ ഐ തിങ്ക് ക്ലിനിക്കൽ അസസ്മെന്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് എ ക്ലിനിക്കൽ ഡയഗ്നോസിസ്. ബിക്കോസ് ഇപ്പോൾ ഞങ്ങൾ വെറുതെ MRIയോ എക്സ്റേ മാത്രം നോക്കിയാൽ പോരാ, വി നീഡ് ടു ട്രീറ്റ് ദ പേഷ്യന്റ്. ദീസ് ആർ അഡീഷണൽ ഇൻവെസ്റ്റിഗേഷൻസ്. ഇത് ശരിക്കും ഞാൻ സാറിനോട് 100% യോജിക്കുന്നു. കാരണം വെച്ചാൽ ഞാൻ എപ്പോഴും ചില പേഷ്യന്റ് MRI ഉണ്ട് അല്ലെങ്കിൽ ACL ടയർ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ എന്തിനും ഇങ്ങോട്ട് വന്നതെന്നുള്ള ചോദ്യമാണ് ഞാൻ ചോദിക്കുക. അപ്പൊ ഞാൻ പറയും നമ്മൾ ഹിസ്റ്ററി അല്ലെങ്കിൽ ക്ലിനിക്കൽ ഡയഗ്നോസിസ് ചെയ്തിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കുറച്ചുകൂടിയും ബെറ്റർ. അത് ഞാൻ സാറിന് ഡോക്ടർ ഇതുപോലെ എനിക്ക് വിടുമ്പോഴും അത് ഓട്ടോമാറ്റിക് അറിയാം. നമുക്ക് ആ ഒരു പ്രോപ്പർ ഇതിൽ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് എല്ലാതും കൂടിയിട്ട് നമുക്ക് റേഡിയോളജിക്കൽ ഫൈൻഡിങ്സിൽ മാത്രം നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ എല്ലാം പേഷ്യൻസ് സർജിക്കൽ ഓപ്ഷൻസ് അങ്ങനത്തെ ഇത് വരും. ചിലത് സർജറി വേണ്ടത് നമ്മൾ സർജറി തന്നെ ഓട്ടോമാറ്റിക്കലി ചെയ്യേണ്ടി വരും. ആ തീരെയാണ് ഇത് പറഞ്ഞ പോലെ നമ്മളൊരു ഞാൻ പറഞ്ഞ പോലെ ഇതൊക്കെ ഓൾറെഡി ടീം പ്രോസസ് ആണ്. ഒരു 2-way ട്രാഫിക് എന്നാണ് ഞാൻ പറയാം, 1-way അല്ല. പക്ഷെ നമുക്ക് പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പ്രോപ്പർ അസസ്മെന്റും ക്ലിനിക്കൽ ആ ഒരു ഇതിലേക്ക് അസസ്മെന്റിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് റിസൾട്ട് കുറച്ചുകൂടി നല്ല റിസൾട്ട് കൊടുക്കാൻ പറ്റും. എൻ്റെ
എൻ്റെ അടുത്ത് ഒരു പേഷ്യന്റ് വരാണ്. മുട്ടുവേദനയായിട്ടോ ഓർ വാട്ടെവർ. അപ്പോൾ കുറച്ച് മരുന്നൊക്കെ കൊടുത്താൽ ചിലപ്പോൾ മാറും. മാറും. പക്ഷെ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ അടുത്ത് വരാണ്. എല്ലാവരുടെയും ആഗ്രഹം ഇപ്പൊ ആർക്കും സമയമില്ല. സമയം. എല്ലാവർക്കും പെട്ടെന്ന് റിസൾട്ട് വേണം. എന്താണ് ജിജിയുടെ അപ്രോച്ച് ടുവേർഡ്സ് ഒരു സർട്ടൻ പേഷ്യൻസ് ഹു ഹാവ് എ പ്രോബ്ലം ബട്ട് യു കനോട്ട് കമ്മിറ്റ് ഓൺ ദ ടൈം? കാരണം വെച്ചാൽ ഞാൻ എപ്പോഴും പേഷ്യൻസിന്റെ അടുത്ത് പറയുന്ന ഒരു കാര്യം, ആദ്യം അവർ എന്തുകൊണ്ടാണ് അവർക്ക് വേദന വരുന്നത്, ഈ കാര്യം നമ്മൾ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് ഇത് എത്ര ടൈം എടുക്കും. ചിലർക്ക് നമുക്ക് ഇൻസ്റ്റന്റ് റിലീഫ് തന്നെ കൊടുക്കാൻ പറ്റും, നമ്മളെ എക്സ്പീരിയൻസ് അത് കൊടുക്കാറുണ്ട് ഫിസിയോ അതിൻ്റെ ഇത്. ചിലർക്ക് ടൈം എടുക്കാം. മസിലിൽ കറക്ഷൻ എന്ന് പറയുന്നത് സ്ട്രെങ്ത് വരാന്ന് പറയുന്നത് ഒരു ദിവസം 2 ദിവസം കൊണ്ട് നമുക്ക് വരില്ല. അപ്പൊ അത് ഗ്രാജുവലി ഇതായിട്ട് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെയാണ് വരില്ല. നമ്മളൊരു ചെറിയ കുട്ടി നടന്നു തുടങ്ങണമെങ്കിൽ പഠിപ്പിച്ച് കൊണ്ടുവരണം. അതേപോലെ തന്നെ എക്സസൈസ് പഠിച്ച് കറക്റ്റായിട്ട് കൊണ്ടുവരുന്ന രീതിയിൽ നമ്മൾ ചെയ്യാം. അപ്പൊ ഞാൻ എപ്പോഴും പേഷ്യൻസിന്റെ അടുത്ത് പറയുന്ന കാര്യമുണ്ട്, ഇത് ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ അല്ലെങ്കിൽ, പക്ഷെ എൻ്റെ ചില സെഷൻസ് ഞാൻ പറഞ്ഞ പോലെ 10 ദിവസം അടുപ്പിച്ച് അങ്ങനത്തെ ഒരു ഇതില്ല. ചിലപ്പോൾ ഗ്യാപ്പ് കൂട്ടിയിട്ടാണ് ഇത് ചെയ്യാന്ന് വെച്ചാൽ സ്ട്രെങ്ത് അസസ് ചെയ്ത് അടുത്ത എക്സസൈസ് പ്ലാൻ ചെയ്ത്. അപ്പൊ അതിൽ ഞാൻ പറഞ്ഞ ആദ്യം നമുക്ക് കണ്ടീഷനും കാരണങ്ങളും പേഷ്യന്റ് ശരിക്കും എഡ്യൂക്കേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പകുതി ഫിസിയോന്റെ ജോലി കഴിഞ്ഞു എന്നാ പറയുക. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ടൈം പറയുമ്പോൾ അവർക്ക് അതിൻ്റെതായ മനസ്സിലാവും. ക്ഷമയില്ല, നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് ആർക്കും ക്ഷമയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് എഡ്യൂക്കേറ്റ് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് വന്ന റിസൾട്ട് കിട്ടി കഴിയുമ്പോൾ അവർ പറയും ഒന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് അത് മാറിയിട്ട് ഫുള്ള് മാറി, പിന്നെ എനിക്ക് വന്നിട്ടില്ല എന്നുള്ള കേൾക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി സന്തോഷമായിരിക്കും. അപ്പൊ ആ ഒരു രീതിയിലാണ് ഞാൻ അതിനെ മാനേജ് ചെയ്ത് കൊണ്ടുവരാറുണ്ട്. സാറ് പറഞ്ഞ ശരി തന്നെയാണ്, നമുക്ക് ആർക്കും ഇതിൽ, പക്ഷെ നമുക്ക് അതിനെ ഓവർകം ചെയ്യാൻ എന്തായാലും എന്റെ എക്സ്പീരിയൻസിൽ നിന്ന് അത് പറ്റിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് മെയിൻലി എനിക്ക് ഇതിൽ മനസ്സിലാക്കിയത് മെയിൻലി ദ വേ യു കമ്മ്യൂണിക്കേറ്റ് ടു ദ പേഷ്യന്റ് ഇസ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്. വാട്ട് ഈസ് ദ റോൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ യുവർ പ്രാക്ടീസ്? ശരിക്കും ഞാൻ പറയാന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഇപ്പൊ ഇങ്ങനെ സംസാരിക്കുന്നെങ്കിൽ ഞാൻ എന്റെ പ്രീവിയസ് ചെറുപ്പകാലത്ത് ഇത് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഫാദർ പറയും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ എന്റെ ഫാദർ ഡോക്ടർ ജോർജ് ഓറീസ് എന്ന് പറഞ്ഞ എന്റെ ഡാഡി എന്ന് പറഞ്ഞ ഡാഡി പറയാം, ഞാൻ എന്തായാലും മുഖത്ത് നോക്കി സംസാരിക്കട്ടെ, അങ്ങനെ പറയുന്ന ഒരാളായിരുന്നു ഞാൻ. പിന്നെ ഫിസിയോതെറാപ്പിക്ക് പഠിക്കാൻ പോയി കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ ഓട്ടോമാറ്റിക്. പിന്നെ എന്റെ ക്ലാസ്മേറ്റ്സ് ഓട്ടോമാറ്റിക്കലി ഉണ്ട് അവിടെ കോളേജ്. ഞാൻ പറഞ്ഞ പോലെ ക്ലാസ്മേറ്റ്സ് ഒക്കെ ഓട്ടോമാറ്റിക് സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പൊ അതിന് കഴിഞ്ഞ ഉടനെ പതുക്കെ ഈ പ്രൊഫഷനിലേക്ക് വന്നപ്പോൾ എനിക്ക് കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് ഓട്ടോമാറ്റിക്കലി അത് നമുക്ക് വന്നു. അപ്പൊ അത് എപ്പോഴും കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ നമുക്കിപ്പോ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, കമ്മ്യൂണിക്കേഷൻ കൊണ്ട് മാത്രം നമുക്ക് എപ്പോഴും ജീവിക്കാനും പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രീറ്റ്മെന്റ് പ്രോപ്പർ ചെയ്യാണ്ടിരിക്കുക, നമ്മളിപ്പോ ഞാൻ പറയാം നമ്മൾ മലയാളത്തിൽ പറയുന്ന ഇത് നാവിന്റെ കഴിവുകൊണ്ട് നമ്മൾ ജീവിക്കുക എന്നുള്ള രീതിയിലും പറ്റില്ല. നമുക്ക് എല്ലാതും ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്, ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എപ്പോഴും നമ്മൾ വേണം. അതോടൊപ്പം നമ്മൾ ട്രീറ്റ്മെന്റ്, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, കമ്മ്യൂണിക്കേഷനൊപ്പം തന്നെ നമ്മൾ ട്രീറ്റ്മെന്റും പ്രോപ്പർ ആയിരിക്കണം, റിസൾട്ട് ഓറിയന്റഡ് ആയിരിക്കണം. അപ്പോ ഒരു വാക്ക് നേരത്തെ പറഞ്ഞ ടീം. അപ്പോ ജിജി സാറിന്റെ ടീമിൽ ആരൊക്കെയുണ്ട്? വാട്ട് ഡസ് യുവർ ടീം കംപ്രൈസ് ഓഫ്? ഇപ്പോഴത്തെ ടീം എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ടീം എന്ന് പറയാം. ഓട്ടോമാറ്റിക് ഡിപ്പാർട്ട്മെന്റ് ബൈ ഞാൻ പറയാം ദൈവം സഹായിച്ച് പേഷ്യൻസ്, ഞാൻ ഇത്ര പേഷ്യൻ ഒന്നും പറയാറില്ല, നമുക്ക് പേഷ്യന്റ് കുറയാൻ കൂടെ അതൊക്കെ എങ്ങനെ വേണമെങ്കിൽ നടക്കാം. പക്ഷെ ഇതിൽ പറഞ്ഞൊരു ടീമാണ്. എന്ന് വെച്ചാൽ എനിക്കൊരു ടീം എഫേർട്ട് ഇല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും, ഞാൻ എന്ന് പറഞ്ഞ ടുഗദർ എവരിവൺ അച്ചീവ്സ് മോർ എന്ന് എപ്പോഴും ഞാൻ പറയണ പോലെ എല്ലാ സ്ഥലത്തും ഞാൻ പറയുന്ന ഒരു വാക്കാണ്. ഇത് പറയുമ്പോൾ എനിക്ക് അതില്ലെങ്കിൽ ഒരിക്കലും ഇത് പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ പറയാന്ന് വെച്ചാൽ ഞാൻ ഓട്ടോമാറ്റിക്കലി എന്റെ കീഴിൽ ഇപ്പൊ 16 സ്റ്റാഫും ഉണ്ട്. ചില സമയത്ത് 20, 30, 40 ട്രെയിനീസും അല്ലെങ്കിൽ ഇന്റേൺസും ഉണ്ടാവാറുണ്ട്. പക്ഷെ അവരുടെ ഒരു ടീം വർക്ക് കൊണ്ട് മാത്രമാണ് ഇപ്പോഴും ഞാൻ നിൽക്കണം. ഞാൻ ഇൻഡിവിജ്വൽ ഓരോരുത്തർ പേര് എടുത്ത് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എല്ലാവരും അതിലൊരു പാർട്ടാണ്. ആദ്യം 10 ഉണ്ടായിരുന്നു, ഇപ്പൊ അങ്ങനെ ആദ്യം 3 ഇങ്ങനെ കൂടി ടീം പേഷ്യൻസിന്റെ ഇതിനനുസരിച്ച് എനിക്ക് റിസൾട്ട് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ, എന്റെ തിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് ആര് വർക്ക് ചെയ്യുന്നെങ്കിൽ എന്റെ ടീമിൽ ഓൾവേസ് വെൽക്കം ആണ്. പക്ഷെ ചില സമയത്ത് ചില ഫിസിയോ മെമ്പേഴ്സിൽ നിന്ന് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ, നമ്മളവിടെ എന്റെ ഇത് തന്നെ ഞാൻ ഉള്ള കാര്യം നമ്മൾ പെട്ടെന്ന് മൂത്തേക്ക് നോക്കി പറയുമ്പോൾ ചിലവർക്ക് ചില ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ എന്നാലും എന്റെ കൂടെ ഇപ്പോഴും 10 വർഷമായിട്ട് 15 വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ ഉണ്ട്. അപ്പൊ അതിലൊക്കെ അവരൊന്നും ഇല്ലാണ്ട് ഞാൻ ഒരിക്കലും ഒറ്റ നമ്മൾ പറയണ പോലെ ഞാൻ ഒറ്റേനെ ആയിട്ട് നിന്നിട്ട് കാര്യമില്ല. അവരുടെ ഒരു ശരിക്കും സപ്പോർട്ട് എനിക്ക് വലിയൊരു സപ്പോർട്ട് തന്നെയായിരുന്നു. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് വല്ല ടീം ഇന്ററാക്ഷൻസ് ഉണ്ടാവാറുണ്ട്? യു ഡിസ്കസ് കേസസ്? ഇങ്ങനെയാണ് ഒരു നോർമൽ ഡേ ഇൻ യുവർ ടീം? ഇതിലെന്ന് നമ്മൾ രാവിലെ ചിലപ്പോൾ ബിസി ഷെഡ്യൂൾ ആയതുകൊണ്ട് ശരിക്കും ഞാൻ പറയാന്ന് ഇന്ററാക്ഷൻസ് പൊതുവെ കുറവായാലും നമ്മൾ ഓട്ടാൻ്റെ ഒരു സ്പെഷ്യൽ കേസ് വരുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യും. കാരണം വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ അവരുടെ പോയിന്റ്സ് ഓഫ് വ്യൂ അത് നമ്മൾ എടുക്കും. ഓട്ടോമാറ്റിക്കലി എങ്ങനെയുണ്ട് ആ പേഷ്യന്റ് റിസൾട്ട് കിട്ടിയോ എന്റെ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയാലും ഞാൻ ഓട്ടോമാറ്റിക്കലി അവിടെ നിന്ന് വിളിച്ചു നോക്കി ആ പേഷ്യന്റ് എന്തായി 2 ദിവസം കഴിഞ്ഞിട്ട് വെച്ചാൽ ഞാൻ എപ്പോഴും ബിലീവ് ചെയ്യുന്നത് പേഷ്യന്റ് റിസൾട്ട് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നമ്മൾ പേഷ്യന്റ് ഒരു ട്രീറ്റ്മെന്റ് കൊടുത്തു അല്ലെങ്കിൽ അതുകൊണ്ട് മാത്രം കാര്യമാവില്ല. അപ്പൊ നമ്മൾ വരുമ്പോൾ നമുക്ക് ആ പേഷ്യന്റ് റിസൾട്ട് കിട്ടി നമ്മൾ ഇന്ററാക്ഷൻസ് ചെയ്യും. കുറച്ചുകൂടി നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ വേണം. അപ്പൊ കുറച്ചുകൂടി ബുക്സ് നമ്മളിപ്പോ കുറെ കോൺഫറൻസുകൾ അറ്റൻഡ് ചെയ്യണം, CMEs അറ്റൻഡ് ചെയ്യണം എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മളോട് നോളജ് അല്ലെങ്കിൽ ലേണിംഗ് നെവർ സ്റ്റോപ്സ് എന്ന് പറയും. ഇപ്പോഴും ഇങ്ങനെ റീഡ് ചെയ്തുകൊണ്ടിരിക്കണം പുതിയ പുതിയ കാര്യങ്ങൾ, പുതിയ പുതിയ എന്തൊക്കെയാണ് പേഷ്യൻസിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയത് അല്ലെങ്കിൽ റിക്കവറി കിട്ടാൻ. അല്ലാണ്ട് നമുക്ക് കുറെ സാധനങ്ങൾ നമുക്ക് കാണും. പക്ഷെ ഈ ഗൂഗിളിലൊക്കെ പറഞ്ഞ നേരത്തെ സാറ് പറഞ്ഞ പോലെ ഡോക്ടർ ഗൂഗിളിൽ പലതും കാണും. പക്ഷെ പേഷ്യന്റിന് ഏതാ ആവശ്യം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് നമ്മൾ ഇന്ററാക്ഷൻസ് വെക്കും. ചിലപ്പോൾ കേസ് സ്റ്റഡി ഏതെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഇത് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി റിസൾട്ട് കൊടുക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് യു ഹാവ് ഇപ്പോൾ ഒരു 20 years ആയി ഈ ഒരു പ്രൊഫഷൻ. ഇഫ് വി ഗോ ബാക്ക് 20 years ബിഫോർ, ആ സമയത്ത് ഒരു 2007-ലല്ലേ 2002 കഴിഞ്ഞു. 2002-ല് ഡിഗ്രി എടുത്തു, ഫിസിയോതെറാപ്പിസ്റ്റ് ആയി, യു ഹാവ് ഗോട്ട് എ ഡിഗ്രി. ആ സമയത്ത് യു കെയിം ഇൻ ടു ദ സൊസൈറ്റി ആസ് എ പ്രൊഫഷണൽ. ആ സമയത്ത് എന്തായിരുന്നു ബുദ്ധിമുട്ട്? ജോലി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ആക്സെപ്റ്റൻസ് ബൈ പീപ്പിൾ ആ സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു സ്വല്പം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എപ്പോഴും ഞാൻ പറയണ്ട ലൈഫ് എപ്പോഴും ഈസി ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു ബുദ്ധിമുട്ട് എപ്പോഴും നമുക്കത് ചില വാക്കുകൾ പറയും. എന്താ വെച്ചാൽ എനിക്ക് ആവശ്യമുള്ളത് ദൈവം എപ്പോഴും തന്നു എന്ന് വലിയ നമ്മൾ ചോദിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ളത് ചിലപ്പോൾ ദൈവം തരും. അപ്പൊ നമ്മൾ ഇതിൽ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ വന്ന ഉടനെ തന്നെ കാരണം വെച്ച് കഴിഞ്ഞാൽ ജോലി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ഓട്ടോമാറ്റിക്കലി ഫസ്റ്റ് എന്റെ സ്റ്റാർട്ടിങ് മെട്രോപൊളിറ്റൻ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയാണ്. ഓട്ടോമാറ്റിക്കലി ഒരു 1.5 years തന്നെ അവിടെ വർക്ക് ചെയ്ത് ഫ്രീലാൻസ് പോലെ ഒരു എക്സ്പീരിയൻസ് ബേസിൽ ആ സമയത്ത് ഡോക്ടർ സീനിയർ ഓർത്തോപീഡീഷ്യൻ ഡോക്ടർ രാംകുമാർ സാറൊക്കെ ഓൾറെഡി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഗൈഡൻസ് അവരുടെ ടിപ്സ് എന്ന് പറഞ്ഞാലും നമുക്ക് ഓട്ടോമാറ്റിക് അതൊരു വലിയൊരു ടിപ്സ് ആയിട്ടാണ് ചിലത് നമ്മൾ എടുക്കാറ്. പിന്നെ സാറ് ട്രീറ്റ് ചെയ്യാനും പിന്നെ ഇത് വന്നിട്ടുണ്ട്. ഇപ്പോഴും സാറ് തന്ന എക്സസൈസ് ഒരു ചെയ്യാതെ സ്റ്റിക്ക് ഇപ്പോഴും അവിടെ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ട്. ഞാൻ മറക്കില്ല. അതൊക്കെ ഒരു വലിയൊരു നമുക്കൊരു നമ്മളൊരു കാൽവെപ്പിലേക്കുള്ള ഓൾറെഡി ഓരോ കാര്യങ്ങൾ കാണിച്ചു തരലാണ്. അപ്പൊ നമ്മള് ഇത് വന്നതിന് ശേഷം ഞാൻ ഫ്രീ ആയിട്ട് ഓട്ടോമാറ്റിക്കലി ഇപ്പൊ സായി അല്ലെങ്കിൽ എന്റെ കോപ്പറേഷൻ സ്റ്റഡി അഡ്ജസ്റ്റിന് ഫ്രീ ആയിട്ട് ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്യുന്നു. ചിലത് എന്റെ കയ്യിൽ നിന്ന് തന്നെ അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യും. പക്ഷെ അപ്പോഴും ഞാൻ ഒരിക്കലും എന്റെ ജീവിതത്തിൽ ഞാൻ അതൊരു ബുദ്ധിമുട്ടോ ഒരു വിഷമമായിട്ട് ഞാൻ ഒരിക്കലും കരുതുന്നത്. അതൊരു ഓട്ടോമാറ്റിക്കലി നമ്മള് കമ്മ്യൂണിറ്റി സർവീസിനൊപ്പം തന്നെ നമുക്കൊരു എക്സ്പീരിയൻസ് ആയിട്ട് പല നാഷണൽ അത്ലറ്റിനെയും ആ സമയത്ത് ഇന്റർനാഷണൽ അത്ലറ്റിനെയും ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള ഇതിട്ടുണ്ടായിട്ട് ഒളിമ്പ്യൻ ടീച്ചർ ഡേവിഡ് തോട്ടന്റെ പേഴ്സണൽ ഫിസിയോ ആയിട്ട്. പക്ഷെ ഇതൊക്കെ ഒന്നും എക്സ്പീരിയൻസ് അതോ പൈസ മാത്രം നോക്കിയിട്ടല്ല നമ്മൾ ചെയ്തത്. പക്ഷെ ആ ഒരു ഇത് ശരിക്കും എനിക്കൊരു വലിയൊരു ഘടകമായിട്ട് ഇത് തന്നെ ഇപ്പോഴത്തെ ജനറേഷൻ പറയുന്ന കാര്യമാണ്. നിങ്ങൾ ആദ്യം പൈസ കിട്ടിയിട്ട് ജോലി ചെയ്യാന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ നടക്കില്ല. നിങ്ങൾ ആ ഒരു എക്സ്പീരിയൻസ് ആദ്യം ഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക് പിന്നാലെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു ഇത് വെൽത്തും ഒക്കെ ഞാൻ പറഞ്ഞ പോലെ എപ്പോഴും നമ്മൾ ഹെൽത്ത് ഈസ് വെൽത്ത് എന്നല്ല ഞാൻ എപ്പോഴും പറയും. കാരണം നമ്മൾ ഒരാൾ ബുദ്ധിമുട്ട് കണ്ടറിഞ്ഞിട്ട് ട്രീറ്റ്മെന്റ് നമ്മൾ ചെയ്യുക. അല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടി ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി ആ പൈസ ഇല്ലാണ്ട് ആ ഒരു ട്രീറ്റ്മെന്റ് നിർത്തേണ്ട സ്ഥിതിയിലേക്കും വരരുത്. പക്ഷെ അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞ എനിക്ക് ഒരിക്കലും അതൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ഇങ്ങനെയാണ് ഞാൻ അതിനെ ഒരു ഓവർകം ചെയ്തത്. അപ്പോ ബേസിക്കലി ഇതിനൊരു കരിയർ ഗ്രാഫ് ഉണ്ടാവും. അപ്പോ നോർമലി ചിലവര് പറയുമ്പോ ഡോക്ടറിന് ഒരു 10 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഒരു ഇത് ഉണ്ടാവുക, ഓർ മേ ബി ആഫ്റ്റർ അങ്ങനെ എന്തെങ്കിലും ഒരു ഗ്രാഫ് ഉണ്ടോ? ഗ്രാഫ് ഇപ്പൊ സാറ് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാഫ് ബൈ ഗോഡ്സ് ഗ്രേസ് എപ്പോഴും പറഞ്ഞത് ദൈവത്തിന്റെ ഒരു ഇതെന്ന് പറയാം. അല്ലെങ്കിൽ ഓൾമൈറ്റീസിന് എല്ലാം ഏത് ഇതിലായാലും വിശ്വസിക്കുന്ന ആളാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഗ്രാഫ് എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഇതിൽ തന്നെ ഞാൻ പറഞ്ഞത് ചെയ്തു 2004 സന്തോഷ് ട്രോഫി കേരള സന്തോഷ് ട്രോഫി ടീമിന്റെ കൂടെ 5-6 വർഷം വർക്ക് ചെയ്യുന്നു. പക്ഷെ ഫസ്റ്റ് അസൈൻമെന്റ് സന്തോഷ് ട്രോഫി ടീമിന് 2004 അന്ന് ഡൽഹി സന്തോഷ് ട്രോഫി വിജയിച്ചിരുന്നു. പക്ഷെ അതൊക്കെ മറക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ അന്ന് കുറെ പേർക്ക് ഫുഡ് ഇൻഫെക്ഷൻ വന്നു. മെയിൻ പ്ലേയേഴ്സ് ഒരു 6-8 പേര്. അപ്പൊ ഞാൻ അവരെ നോക്കാൻ അന്ന് ടീം ഡോക്ടർ ഇല്ല, ഫിസിയോ മാത്രമേ ഉള്ളൂ. ഓട്ടോമാറ്റിക് ഞാൻ തന്നെ അവരുടെ ഹോസ്പിറ്റലിൽ നോക്കും. കളി നടക്കുന്ന സമയത്ത് ഗ്രൗണ്ടിലേക്ക് വരും. അങ്ങനത്തെ ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ഇതിൽ ഒറ്റയ്ക്ക് ഹെൽപ്പ് ചെയ്തിട്ടാണ് ഞാൻ ശരിക്കും അന്ന് 2004 സന്തോഷ് ട്രോഫി ശരിക്കും ടീമിന്റെ ഒരു ഘടകമാണ്. കോച്ച് എല്ലാവരുടെയും പിതാമരം കോച്ചുണ്ട്. അപ്പൊ അതൊക്കെ എല്ലാവരും മാനേജർ അങ്ങനെ എല്ലാവരും ഒരു CC ജേക്കബ് സാറ് ഒക്കെ ഒരു ടീം വർക്കായിട്ട്. അപ്പൊ അതൊരു
എൻ്റെ ഒരു ഫസ്റ്റ് ഒരു ഗ്രാഫ് എന്ന് ഒരു stepping പറയാം, stone. സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന് പറയാം. പിന്നെ ഓട്ടോമാറ്റിക്കലി അങ്ങനെ സന്ദർഭം വന്നു. പിന്നെ ആ ഒരു ഇതില് ഗ്രാഫ് താന്നിട്ടില്ല ഇതുവരെയായിട്ട്. Okay. പക്ഷെ നമുക്കറിയാം ലൈഫ് അങ്ങനെയാണ്, എപ്പോഴാണ് താഴെ എപ്പോഴാണ് പൊന്താന്നുള്ളത് അറിയില്ല. നമ്മൾ ഹാർഡ് വർക്കിംഗ് ഡെഡിക്കേഷൻ അതിലും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് ഇരിക്കുന്നു. അപ്പൊ പിന്നെ ഇന്ത്യൻ ടീമിന്റെ കൂടെ ജൂനിയർ ടീമിന്റെ കൂടെ വർക്ക് ചെയ്തു. പിന്നെ അതേപോലെ പല ക്ലബിൽ നിന്ന് ഓഫറുകൾ വരാറുണ്ട് IS ക്ലബ്ബ്. പക്ഷെ ലോങ് ടൈം വിട്ട് നിൽക്കണ കാരണം കൊണ്ട് അതൊന്നും നമ്മൾ ഞാൻ എടുക്കാറില്ല, അല്ലെങ്കിൽ എടുത്തിട്ടില്ല എന്ന് മാത്രം. പക്ഷെ ആ ഒരു രീതി കൊണ്ട് ഗ്രാഫ് ഞാൻ 10 വർഷം വരെ കാലത്ത് നിൽക്കണം വന്നിട്ടില്ല. പിന്നെ Okay. ഞാൻ പറഞ്ഞ പോലെ ഫാദറിന്റെ ഒക്കെ ഒരു അനുഗ്രഹം, ഇതെല്ലാം ഫാമിലി എല്ലാവരുടെയും അനുഗ്രഹം കൊണ്ട് ഓട്ടോമാറ്റിക്കലി അവിടുന്ന് അങ്ങോട്ട് ഗ്രാഫ് Improve മോഡിക്ക് ആയി. ഇമ്പ്രൂവ് ചെയ്തിട്ടാണ് വന്നേക്കണത്. എനിക്ക് തോന്നുന്നുണ്ടോ ഇങ്ങനെ കൺസിസ്റ്റൻസി in your profession, like you've always had a consistent communication, consistent dedication to your profession. Can that help your graph? സ്വാഭാവികമായിട്ടും അത് ഞാൻ പറഞ്ഞത് അത് കാരണം എനിക്ക് റിസൾട്ട് ആണ് മെയിൻ. ഇത് പേഷ്യന്റ് ഒരിക്കലും സഫർ ചെയ്യരുത്, അതാണ് എൻ്റെ മെയിൻ കാര്യം. പ്ലെയർ ആയാലും നമ്മൾ പ്ലെയറിന്റെ കുറെ ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടിട്ടുള്ളതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലെയറിന്റെ കരിയർ പോവാന്ന് പറയുന്ന ആളുടെ ഒരു ലൈഫിലൊരു ഇതാണ്. അപ്പൊ നമ്മൾ അത് കാരണം കൊണ്ട് നമുക്ക് പരമാവധി റിസൾട്ട് ഓറിയന്റഡ്, Right. അല്ലാണ്ട് നേരത്തെ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല, നമ്മളോട്ട് റിസൾട്ട് ഓറിയന്റഡ് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതെന്റെ കഴിവല്ല, ഇതൊരു ടീം വർക്കിന് കഴിവാണ്. അപ്പൊ അതിനനുസരിച്ചിട്ട് പറ്റിയിട്ടുണ്ടെന്നാണ് വിശ്വാസം. ഇനിയും പറ്റുമെന്ന് ദൈവാനുഗ്രഹത്തിൽ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. Okay. ഇതുവരെ ഇപ്പോ ജിജിയുടെ ലൈഫില് എനി ഇമ്പോർട്ടന്റ് ഒരു പേഷ്യന്റോ അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടന്റ് ഇൻസിഡന്റ് ഉണ്ടോ ഫോർ വിച്ച് യെസ് ഐ ഹാവ് ചേഞ്ച് ദിസ് പേഴ്സൺസ് ലൈഫ് വിത്ത് ഫിസിയോതെറാപ്പി, അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഓർമ്മയുണ്ടോ? പറയാന്ന് വെച്ചാൽ കുറെ ഓർമ്മകളുണ്ട്. പക്ഷെ അതില് ഒന്ന് രണ്ട് ഞാൻ ജസ്റ്റ് വേഗം ഷെയർ ചെയ്യാം. അപ്പൊ അതിൽ പറയാന്ന് വെച്ചാൽ, ഒന്ന് ഞാൻ പഠിക്കുന്ന കാലത്ത് തന്നെ ഞാൻ പറഞ്ഞു ഞങ്ങൾക്കൊക്കെ ഈ പൾമണോളജി നൈറ്റ് ഡ്യൂട്ടി പോസ്റ്റിംഗ് ഉണ്ടാവും. പൊതുവെ കേരളത്തിലൊക്കെ അതിന്റെ ഇമ്പോർട്ടൻസ് കുറവാണ് പൊതുവെ നോക്കുമ്പോൾ. ഇപ്പൊ നൈറ്റ് ഡ്യൂട്ടി പോസ്റ്റിംഗ് ഓൾറെഡി ലാപ്ടോമി കഴിഞ്ഞ ഒരു പേഷ്യന്റ് ഇതുപോലെ കോംപ്ലിക്കേറ്റഡ് ഇതായിട്ട് ഇൻഫെക്ഷൻ ഇത് വന്ന ഉടനെ ചെസ്റ്റ് കോംപ്ലിക്കേറ്റഡ് ആയി റെസ്പിറേറ്ററി ഫോളോ ഇതൊക്കെ വന്നപ്പോൾ അന്നത്തെ സർജൻ ഓട്ടോമാറ്റിക്കലി സ്വാഭാവികമായിട്ട് പറഞ്ഞു ഇത് ഓൾറെഡി ചെസ്റ്റ് ഫിസിയോ നന്നായിട്ട് കൊടുക്കണം. അതുപോലെ നൈറ്റ് ഡ്യൂട്ടി ഞാൻ തന്നെയാണ് ഇത് ചെയ്തിരുന്നത്, ഞാൻ വേറെ ഫ്രണ്ട്സും. Right. അപ്പൊ അങ്ങനത്തെ ഇത് ചെയ്തിരുന്ന സമയത്ത് നന്നായിട്ട് ചെയ്തു. ഫുൾ ടൈം ഞാൻ ഉറക്കില്ല. പിറ്റേ ദിവസം രാവിലെ ആ സമയത്ത് ഇന്റേൺഷിപ്പ് ചെയ്യാണ്. Right. രാവിലെ ഇന്റേൺഷിപ്പ് ഡ്യൂട്ടിക്ക് പോകും, രാത്രി ഈ ഡ്യൂട്ടി. അപ്പൊ ഫുൾ ടൈം എന്ന ക്ലാസ്സസ് ഫുൾ ടൈം ഡ്യൂട്ടിയാണ്. നമ്മൾ ഒരു ഉറക്കില്ല. നമ്മൾ 2 മണിക്കൂർ 2 hours ചെസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ലേഡി ഷീ ഫ്രം എ പുവർ ഗ്രൗണ്ട്, ഭയങ്കര പുവർ ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു. അപ്പൊ ഡോക്ടേഴ്സും സപ്പോർട്ടീവ് ആയിരുന്നു. അവസാനം ഓട്ടോമാറ്റിക്കലി ഫുള്ളായിട്ട് റിക്കവർ ചെയ്തവര് നടന്ന് ഓട്ടോമാറ്റിക് ചെസ്റ്റ് ക്ലിയർ ആയി. അപ്പൊ അതിന് ശേഷം എനിക്ക് കുറച്ചുകൂടി ഫിസിയോതെറപ്പിയിൽ ഒരു ഇമ്പോർട്ടൻസ്, പിന്നെ ഫുട്ബോൾ റിലേറ്റഡ് കുറെ ഇപ്പൊ ഞാൻ പറയും ചില രീതിയിൽ. ഇപ്പൊ സന്ദേശിച്ച് ഇങ്ങനെ ഒരു വട്ടം ഇപ്പോഴല്ല 2015 സ്റ്റോറിയാണ്. ഇതുപോലെ നീ ഇഞ്ചുറി ആയിട്ട് വന്ന് MCAയിൽ ഇന്ന ഗ്രേഡ് എന്ന് പറഞ്ഞു. MRIയിൽ ക്ലിനിക്കൽ അസസ്മെന്റ് അത്ര ഗ്രേഡ് തോന്നിയില്ല. അവിടുന്ന് ആദ്യം 3 months റെസ്റ്റ് ആണ് പറഞ്ഞിരുന്നത്. പക്ഷെ ആ സമയത്ത് പാകിസ്ഥാനായിട്ട് ഫ്രണ്ട്ലി മാച്ച് ഉണ്ട് ബാംഗ്ലൂര്. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്തപ്പോ കോച്ചസ് പറഞ്ഞു ചെക്ക് ചെയ്തിട്ട് അത്രയില്ല, ബാക്കി റിയാബിൾ എക്സസൈസും ബാക്കി ചെയ്ത്. അതിപ്പോഴും സന്ദേശം എന്നെ കാണുമ്പോൾ പറയും ആ ഇത് ഞാൻ ഒരിക്കലും മറക്കില്ല. പക്ഷെ ഇഞ്ചുറീസ് പാർട്ട് ഓഫ് ലൈഫ് എന്നറിയാം പ്ലെയറിന്റെ. നമുക്ക് എല്ലാ ഇഞ്ചുറീസ് എപ്പോഴും മാറ്റാൻ പറ്റില്ല. അന്ന് ഓട്ടോമാറ്റിക്കലി അന്ന് ആ ടൂർണമെന്റ് കളിക്കുകയും ചെയ്ത് ഒരു പ്രോബ്ലംസ് ഉണ്ടാവില്ല. ഒരു ബിറ്റ്വീൻ ഇപ്പൊ 3 months എന്ന് പറഞ്ഞാൽ നമ്മളൊരു 10 days കൊണ്ട് ആള് റിട്ടേൺ ടു സ്പോർട്സ് ഇത് വന്നു. അപ്പൊ അതൊക്കെ സ്റ്റോറീസ് അങ്ങനെ ഇതുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും പറയാതെ എന്റെ കഴിവല്ല, മുകളിലിരിക്കുന്ന ആളെ കഴിവെന്നാണ് ഞാൻ എപ്പോഴും പേഷ്യൻസിന്റെ അടുത്തും പറയും. ഇതൊക്കെ മുകളിലത്തെ ആൾക്ക് നന്ദി പറയാന്നുള്ള ഒരു വാക്കും കൂടി എപ്പോഴും നമ്മൾ പറയത്. വല്ലപ്പോഴും തോന്നിയിട്ടുണ്ടോ ഞാനിത് എടുത്തത് മണ്ടത്തരായോന്ന്? ഞാൻ ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ എനിക്കറിയാം ചില പ്രൊഫഷൻ എടുക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് അയ്യോ ഇത് എന്തിനെടുത്ത, അല്ലെങ്കിൽ എനിക്ക് സമാധാനമായിട്ട് ജീവിക്കാറുന്നില്ല ബിക്കോസ് ഇപ്പോ എല്ലാരും പറയുന്ന ഒരു വേർഡാണ് ബേൺ ഔട്ട്. വേണം. I have worked 10 years. എന്നിട്ട് I've burned out. I just want to take a break, or I'm not happy with my profession. Have you anytime felt burnout? ഞാൻ ഒരിക്കലും തോന്നിയിട്ടില്ല. ഒന്ന് ചിലപ്പോ ഞാൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ ഓട്ടോമാറ്റിക് ഫാമിലിയൊക്കെ എനിക്ക് മാനേജ് ചെയ്യണം. ഇല്ല ഞാൻ പറഞ്ഞത് ചിലപ്പോ എന്റെ കുട്ടികൾ ചെറിയ കുട്ടികളുണ്ട്. അപ്പൊ അവരുടെ അടുത്ത് ചെയ്യുമ്പോൾ അവര് ചെയ്യുന്ന കളികൾ ഞാനും കളിക്കും ചിലപ്പോ. അപ്പൊ ചിലപ്പോ അതൊന്ന് കാരണമായിരിക്കും. പിന്നെ ഞാൻ പറയാം പ്ലേയേഴ്സിന്റെ കൂടെ മിങ്കിളിങ് എന്ന് വെച്ചാൽ അവർ യങ് ജനറേഷൻ ആണ്. അവരോട് മിങ്കിൾ ചെയ്യുമ്പോൾ തന്നെ അവരുടെ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്ത് കാറ്റ് ഇത് ചെയ്യണ കാണുമ്പോൾ തന്നെ എനിക്ക് കുറച്ചുകൂടി ഒരു പോസിറ്റീവ് എനർജി. അത് പ്ലേയേഴ്സിന്റെ സപ്പോർട്ട് ഞാൻ എപ്പോഴും ഇത് പറയും. എന്റെ ഇൻഡിവിജ്വൽ അവരായിട്ട് പേഴ്സണൽ കോൺടാക്ട്സ് ഉണ്ട്. ഇപ്പൊ പറയുമ്പോൾ സുനിൽ ഛേത്രി ആളുടെ ഡയറ്റ് നോക്കണം,
ആളെന്നെ എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം എന്റെ ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. Right. എന്ന് വെച്ചാൽ ഞാൻ ഇത്ര അറിയുന്ന ആളായാലും നമ്മൾ ചില സമയത്ത് നമ്മുടെ ജീവിത ശൈലി കൊണ്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കും. Right. ഇതൊക്കെ ഓട്ടോമാറ്റിക് എനിക്കൊരു പോസിറ്റീവ് ഇത് തന്നു എന്നാണ് ഞാൻ എപ്പോഴും ഒരിക്കലും ഞാൻ പറയാം ബേൺ ഔട്ട് ആയിട്ട് ചിലപ്പോൾ ഹോസ്പിറ്റൽ സ്ട്രെസ് ഇതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ദേഷ്യം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാലും പിന്നീട് ഞാൻ ഓട്ടോമാറ്റിക് ഒരു സ്മൈലിംഗ് ഫേസ് തന്നെയായിട്ട് അവരുടെ മുമ്പിൽ അതെ. അപ്പൊ അത് എനിക്ക് തോന്നുന്നു ടീമിന്റെ കൂടെ പോകുമ്പോ ആ ഒരു അവരെ അവര് ഹാർഡ് വർക്ക് ചെയ്യണ കാണുമ്പോ നമ്മൾ ഇതിന്റെ പകുതി ചെയ്യണ്ട എന്നുള്ള രീതി നമുക്ക് എനിക്ക് തോന്നാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറ് ഞാൻ ഈ പ്രൊഫഷൻ മരിക്കും വരെ എത്ര ആവുന്നുണ്ടെങ്കിലും നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്യാനാണ് ഇന്ന ഇതിൽ റിട്ടയർമെന്റ് എന്നുള്ള രീതി ഒരിക്കലും ഞാൻ ആലോചിച്ചിട്ടില്ല. ഇപ്പോ ചില ദിവസങ്ങൾ ചിലപ്പോ നല്ല ദിവസങ്ങളാവാം. ചില ദിവസങ്ങൾ പൊട്ട ദിവസങ്ങളാവാം. അപ്പൊ ഒരു പൊട്ട ദിവസം ജിജിയുടെ ലൈഫിൽ വന്നു. എങ്ങനെയാണ് ഹൗ ഡു യു ഹാൻഡിൽ ദാറ്റ് ഡേ? ഒരിക്കലും അറിയാം നമുക്ക് ഈ മെഡിക്കൽ പ്രൊഫഷൻ ആകുമ്പോൾ പല ഇതുണ്ട്. പിന്നെ 100 കൂട്ടം ഒപ്പീനിയൻസ്, ഈഗോസ് അതൊക്കെ പലതും ഉണ്ടായിരുന്നു. കുറെ പൊട്ടതുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും ഞാൻ പറയാറുണ്ട് ഞാൻ എന്നും പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ പള്ളിയിൽ ഓട്ടോമാറ്റിക്കലി നേർച്ചയിടും. നേർച്ചയിടുന്നത് പേഷ്യൻസിന് വേണ്ടിയിട്ടാണ്. ഒരാൾക്ക് രോഗം ഉണ്ടാവല്ലേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് നേർച്ചയിടുന്നത്. നമുക്ക് രോഗികളൊക്കെ അത് എങ്ങനെയും വന്നു. പക്ഷെ ഞാൻ ഒരിക്കലും രോഗം ഉണ്ടാവട്ടെ എനിക്ക് പേഷ്യൻ ഉണ്ടാവട്ടെ എന്ന് ഒരിക്കലും ഞാൻ പ്രാർത്ഥിക്കാറില്ല. നേർച്ച ഇടുന്നതിന്റെ ഒപ്പം തന്നെ പറയും അതെന്നും ഞാനത് മുടക്കാറില്ല ഒരിക്കലും. ഇത് ഞാനിപ്പോ എന്റെ ഒരു നല്ലൊരു കാര്യമല്ല ഞാൻ പറയുന്നത്. നമുക്ക് കമ്മ്യൂണിറ്റിക്ക് എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും, അവർക്കൊന്നും അസുഖം ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് വരുമ്പോ നമുക്ക് പല പ്രഷറുകളും പേഷ്യൻസിന്റെ പ്രഷർ ഉണ്ടായിട്ട് റയറാണ്. പിന്നെ ഞാൻ ഒരാൾ എനിക്ക് പിറ്റേ ദിവസം വരുമ്പോ പെയിൻ മാറിയിട്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആണത്. Right. മനസ്സിലായി. അപ്പൊ ഞാൻ ഓട്ടോമാറ്റിക് എന്താ മാറാത്ത, അയ്യോ നമുക്ക് റിസൾട്ട് കൊടുക്കാൻ പറ്റുന്നില്ല. പിന്നെ ചിലപ്പോ വർക്കിംഗ് ചിലപ്പോ ഫിസിയോസിന്റെ തന്നെ കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ഓവർകം ചെയ്യാൻ ഞാൻ എപ്പോഴും ഞാൻ പറയാറ് പ്രാർത്ഥനയാണ് എന്നെ ഹെൽപ്പ് ചെയ്തേക്കണേ. പിന്നെ ഓട്ടോമാറ്റിക്കലി ഫാമിലിയിൽ വന്നു കഴിഞ്ഞാൽ പരമാവധി ആ ഒരു ഹെഡേക്ക് പണ്ടൊക്കെ ഞാൻ ഓട്ടോമാറ്റിക്കലി അത് ഫാമിലിയിലേക്കും കൊണ്ടുവന്നിരുന്നു. പിന്നെ പറയുമ്പോ ഇത് ഫാമിലിയും അവര് സ്ട്രെസ് ആവും. അപ്പൊ പരമാവധി ഞാൻ പ്രാർത്ഥിച്ച ആ ഒരു രീതിയിൽ തന്നെ ഓവർകം ചെയ്യാം. കുറെ ബുദ്ധിമുട്ട് ഞാൻ ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് കരഞ്ഞിട്ടുള്ള അവസരങ്ങളുണ്ട് ഓട്ടോമാറ്റിക്കലി. പക്ഷെ അതൊന്നും നമുക്ക് എല്ലാവരുടെ അടുത്തും പറയാൻ പറ്റില്ല. Right. പക്ഷെ നമുക്ക് ഓൾറെഡി ടീമായാലും ചിലപ്പോൾ ഫാമിലി ഞാൻ പറഞ്ഞ പോലെ ഫാമിലി ടീമിന്റെ കൂടെ കളി ജയിക്കും. പക്ഷെ എനിക്ക് ചിലപ്പോൾ വീട്ടിൽ നിന്ന് കൺഗ്രാജുലേഷൻസ് ഒന്നും വരില്ല. കാരണം വെച്ചാൽ അവരും അവരുടെ ബിസി ഷെഡ്യൂളായിരിക്കും. അവർക്ക് ഞാൻ മാറിക്ക് വീട്ടിൽ നിന്ന് മാറിക്കണേ. അപ്പൊ ഇതൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതിൽ ഞാൻ എപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു ചിലപ്പോൾ മുട്ട് കുത്തി കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട് ചില പേഷ്യൻസിന്റെ അസുഖം മാറാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് എനിക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ മാത്രം എന്റെ പേരിന് വേണ്ടിയിട്ട് ചെയ്യാറില്ല. പക്ഷെ അങ്ങനത്തെ കുറെ എക്സാമ്പിൾ. പക്ഷെ ഇതിൽ നിന്ന് ശരിക്കും ഓവർകം ചെയ്തേക്കുന്നത് ഒന്ന് ടീം വർക്കിന്റെ ഒരു ഹെൽപ്പ്, അതൊരിക്കലും മറക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ പറഞ്ഞ മുകളിലത്തെ ആള് പരമാവധി പ്രാർത്ഥിക്കുക. പിന്നെ ആ ഒരു നമുക്ക് അതിനുള്ള ഇത് ഓവർകം ചെയ്യാൻ പലപ്പോഴും അങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള അവസരങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞ ആ രീതിയിൽ ഓവർകം ചെയ്യും. നമുക്കറിയാം മെഡിക്കൽ പക്ഷെ ഇപ്പൊ പണ്ടത്തെ പോലത്തെ ഒന്നും ഈസി ചെയ്തല്ല. പക്ഷെ ആരും അതിന്റെ ഉൾഭാഗത്തേക്ക് നോക്കാറില്ല. ഇപ്പൊ ഇത് പറഞ്ഞാല് ഇതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ മെഡി വെഞ്ചേഴ്സ് എന്നുള്ള രീതിയിൽ ഇതൊക്കെ നമുക്ക് സമൂഹത്തിൽ എത്തേണ്ട കുറെ കാര്യങ്ങൾ ഇനിയും ഉണ്ട്. എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടുന്ന ഇത് കാര്യങ്ങൾ വെച്ചാൽ എല്ലാവരും നോക്കുമ്പോൾ പുറത്ത് എല്ലാവരും സ്മൈലിംഗ് ഫേസ് ആയിരിക്കും. പക്ഷെ ഉള്ളിൽ എന്താണെന്നുള്ളത് ആർക്കും അറിയില്ല. Correct. I know you're a passionate അതെ. footballer. Apart from football, what else are your passions? ഞാൻ പറയാന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞു വരാന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഫുട്ബോൾ വിട്ടിട്ട് പാഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ സ്പോർട്സ് എന്ന് പറയാല്ല. സ്പോർട്സ് ഇതാവും. Okay. പിന്നെ പറഞ്ഞ ഈ പ്രൊഫഷനോടുള്ള ഒരു ഇതെന്ന് പാഷൻ എന്നാണ് ഞാൻ ശരിക്കും പറയാറ്. നമ്മൾ Okay. വായിച്ചുകൊണ്ടിരിക്കുക എവിഡൻസ് ബേസ്. ചിലപ്പോൾ Right. കുട്ടികൾ ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി എനിക്ക് ചെറിയ കുട്ടികളുണ്ടെങ്കിലും അവരിത് ചെയ്യണ ഇടയ്ക്ക് ഞാൻ എവിഡൻസ് എന്തെങ്കിലും വായിക്കും. പക്ഷെ അവരും മൊബൈൽ കണ്ട അവരും മൊബൈൽ പഠിക്കും. ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും മൊബൈലിലാണ്. അതെ. അപ്പൊ അതാണ് ഇത്. പണ്ടത്തെ കാലത്ത് ചെറിയ ചെറുപ്പത്തിൽ നമ്മൾ ചിലപ്പോൾ പാട്ട് പാടിയും ഇതൊക്കെ വെറുതെ ഒരു സൈഡ് ബിസിനസ് എന്ന് പറഞ്ഞാൽ വെറുതെ കൂടെ നിന്ന് ഇത് കളിക്കുന്ന അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ശരിക്കും പാഷനെ ഇത് പറയാന്ന് വെച്ചാൽ ഞാൻ സ്പോർട്സിന്റെ വിട്ട് ഞാൻ ഓട്ടോമാറ്റിക്കലി ഈ പ്രൊഫഷന് വന്നതിന് ശേഷം ഓട്ടോമാറ്റിക്കലി ഞാൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഓട്ടോമാറ്റിക്കലി ഇതിനോട് എങ്ങനെയൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം, കമ്മ്യൂണിറ്റീനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാം, റിസൾട്ട് കൊടുക്കാം, അത് തന്നെയാണ് ശരിക്കും എന്റെ മനസ്സിന്റെ ഉള്ളിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജനറലി ഫിസിയോതെറപ്പി ഈസ് ഓൾവേസ് അസോസിയേറ്റഡ് വിത്ത് ഓർത്തോപെഡിക്സ്. അപ്പോൾ വേറെ ഏതെങ്കിലും ബ്രാഞ്ചസ് ഉണ്ടോ? എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓർ ഡിഫറെന്റ് സബ് സ്പെഷ്യാലിറ്റീസ് ഓഫ് ഫിസിയോതെറപ്പി? ഇത് ശരിക്കും നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് പറഞ്ഞ ഓർത്തോ, ന്യൂറോ, ഫിസിയോതെറപ്പി മാത്രമാണ് ആൾക്കാർക്ക് ഇതിൽ അവബോധമുള്ളത്. അപ്പൊ ശരിക്കും ഞാൻ പറഞ്ഞത് ഇതിൽ കുറെ ഉണ്ട്. ഇപ്പൊ കോവിഡ് വന്നതിന് ശേഷം ഓൾറെഡി ചെസ്റ്റ് പൾമണോളജി ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി വാസ്റ്റ് ഇമ്പ്രൂവ്മെന്റ്സ് അല്ലെങ്കിൽ റിസൾട്ട് ഓറിയന്റഡ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഈ പ്രിവെൻഷനൊപ്പം തന്നെ അവരെ ബാക്ക് ടു ലൈഫ് എങ്ങനെ കൊണ്ടുവരാൻ അറിയാം. നമുക്ക് കോവിഡ് വന്ന ശേഷം കുറെ പേര് ഇപ്പോഴും സഫർ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. പക്ഷെ
നമുക്കത് കാരണം എന്ന് വെച്ചാൽ മരുന്നിന്റെ ഒപ്പം തന്നെ ഇതും കൂടി നമുക്ക് ഒരുമിച്ച് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ബ്രീത്തിങ് അതിൽ പല ടെക്നിക്സ് ഉണ്ട് പലത് ഇൻകോപ്പറേറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ കോൺഫിഡൻസ് ലെവല് അവരുടെ ബുദ്ധിമുട്ടുകൾ ചെസ്റ്റ് എക്സ്പാൻഷൻ ഇങ്ങനത്തെ കാര്യങ്ങളിൽ പിന്നെ അതേപോലെ തന്നെ പോസ്റ്റ് നാറ്റ് ഗൈനക്കോളജി പോസ്റ്റ് നാറ്റ് പ്രീ നാറ്റ് ഇതൊക്കെ നമ്മളും ചെയ്തിരുന്നു ആദ്യമേ ഇപ്പൊ ഓട്ടോമാറ്റിക്കലി അപ്പൊ ഇതേപോലെ തന്നെ ആൻഡ് റീഹാബിലിറ്റേഷൻ എല്ലാം ഇതിലും ഓൾറെഡി വാസ്റ്റ് പക്ഷെ നമ്മുടെ അവിടെ ഇപ്പോൾ ഓങ്കോളജി ഓട്ടോമാറ്റിക്കായി വന്നതിന് ശേഷം നമുക്ക് പെയിൻ കുറയ്ക്കാൻ നമുക്ക് വഴികളുണ്ട് ഇതിൽ മൊഡാലിറ്റീസ് ഉണ്ട് പക്ഷെ ആരും അത് നമ്മൾ ശ്രദ്ധിക്കാറില്ലേ പുറമേ നോർത്ത് ഇന്ത്യൻസ് അല്ലെങ്കിൽ അബ്രോഡൊക്കെ ഇത് ഓട്ടോമാറ്റിക്കലി ഇതിന്റെ ഇങ്ങനെ സെപ്പറേറ്റ് വിഭാഗങ്ങളുണ്ട് പക്ഷെ നമ്മുടെ അവിടെ ഇതിലേക്ക് കൂടുതൽ വന്നില്ല ചോദിച്ചു കഴിഞ്ഞാൽ ഫിസിയോതെറപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തോ ന്യൂറോ എന്ന് മാത്രമുള്ള പക്ഷെ ഇതല്ല ഇതൊക്കെ ഒരു ജസ്റ്റ് ഒരു ഫസ്റ്റ് സ്റ്റേജ് എന്നാ പറയാം ഓട്ടോമാറ്റിക്കലി ആസ് എ ബേബി എന്ന് പറയാം നെക്സ്റ്റ് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഇതിലേക്ക് വരുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾക്ക് റിക്കവറി കൊടുക്കാൻ പറ്റും ഞാൻ ആദ്യം തന്നെ പോയിന്റ് പറഞ്ഞ പോലെ നമുക്ക് ആ റിക്കവറി 100% അല്ലെങ്കിൽ നമുക്ക് 90% അല്ലെങ്കിൽ ഒരു 15 അല്ലെങ്കിൽ 16 പകരം കൊടുക്കാനുള്ള ഫിസിയോതെറപ്പിയുടെ റോള് ബട്ട് പിന്നെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു ഞാൻ സാറിന്റെ അടുത്ത് തന്നെ ഇത് പറഞ്ഞ പോലെ ടീം വർക്ക് ആണ് ഇതിൽ ഓട്ടോമാറ്റിക്കലി ഞാൻ പറഞ്ഞ ഒരിക്കലും ഞാൻ എപ്പോഴും ഇത് പറയുന്ന ഒരു കാര്യം ഇറ്റ് ഈസ് നോട്ട് എ 1 വേ ട്രാഫിക് ഇറ്റ് ഈസ് എ 2 വേ ട്രാഫിക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനിയും കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എങ്ങനെയാണ് ഇന്ത്യൻ നാഷണൽ ഫുട്ബോൾ ടീമിലേക്ക് എത്തിപ്പെട്ടത് അത് ഞാൻ പറഞ്ഞ ഇത് ഈ എപ്പിസോഡിൽ കഴിയില്ല കഥ എന്നാലും ഞാൻ കട്ട് ഷോർട്ട് ആയിട്ട് പറയാം കാരണം വെച്ചാൽ ഞാൻ ഓൾറെഡി ഇവിടെ ആദ്യമേ പറഞ്ഞ പോലെ സ്പോർട്സ് പേഴ്സൺ എന്ന് വെച്ചാൽ നാഷണൽ ഇന്റർനാഷണൽ ഫുട്ബോളേഴ്സ് അത്ലറ്റിക്സ് അല്ലെങ്കിൽ വോളിബോൾ ബാസ്കറ്റ് ബോൾ എന്ന് വെച്ചാൽ കോളേജ് ചെയ്യുന്ന ഇത് വരുമ്പോൾ പ്ലേയേഴ്സ് വരും ഞാൻ ചിലപ്പോൾ അവിടെ ഫ്രീ ആയിട്ട് അവിടെ പോയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യും നമുക്കറിയാം ബുദ്ധിമുട്ടുകൾ അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇതൊക്കെ ഇതായിരിക്കും അപ്പൊ എല്ലാവർക്കും ട്രീറ്റ്മെന്റ് നമുക്ക് പറ്റില്ല അപ്പൊ ഞാൻ അവിടെ പോയിട്ട് ഫ്രീ ആയിട്ട് ചെയ്യുമ്പോൾ അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ ട്രീറ്റ്മെന്റ് റിസൾട്ട് ഇത് കണ്ടിട്ട് കേരള ഗവൺമെന്റ് ആ സമയത്ത് കോച്ച് അല്ലെങ്കിൽ പ്രൊഫസർ നാരായണൻ കോച്ച് ഓൾറെഡി ഒരു 23 ഒരു 2 months ഒരു അസൈൻമെന്റ് അല്ലെങ്കിൽ ഇന്ത്യൻ ആരോസ് എന്ന ടീം ഉണ്ടായിരുന്നു AFF-ന്റെ അവിടേക്ക് വിളിച്ചു പക്ഷെ എന്റെ ഫാമിലി ഈ ഒരു കാര്യങ്ങൾ കാരണം കൊണ്ട് എനിക്ക് ഓട്ടോമാറ്റിക്കലി പോവാൻ പറ്റിയിരുന്നില്ല അപ്പൊ അത് കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ട് ഞാൻ ഫാമിലി ഒക്കെ ആള് കൺവിൻസ് ചെയ്ത് ഓട്ടോമാറ്റിക് പോയി പിന്നെ അതിന് ശേഷമാണ് ഞാൻ ഈ പറഞ്ഞ പോലെ നാഷണൽ ടീമിലേക്ക് സ്വാഭാവികമായിട്ട് ഇത് വരണം പിന്നീട് അത് കഴിഞ്ഞ് നാഷണൽ ടീമിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞു ഇപ്പൊ 14 വർഷമായിട്ട് നാഷണൽ പക്ഷെ എന്നും ഓരോ അസൈൻമെന്റ് പോകുമ്പോ വീട്ടിൽ നിന്ന് പറയും പക്ഷെ വൈഫ് വാസ് സപ്പോർട്ടീവ് എൻ്റെ ഇത് പറയും മതിയായിക്കോടെ നമുക്ക് ഫാമിലി ഹോസ്പിറ്റലും പക്ഷെ ഹോസ്പിറ്റലിൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോസ്പിറ്റൽ മാനേജ്മെന്റും ഡയറക്ടറും ഹോസ്പിറ്റൽ എല്ലാവരും ഡോക്ടർ KK മോഹൻദാസ് സാർ എല്ലാവരും സപ്പോർട്ടീവ് ആയിരുന്നു പിന്നെ എൻ്റെ വർക്കിംഗ് ടീമും അപ്പൊ അതിനനുസരിച്ചിട്ട് ആണ് പിന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ കയറി അങ്ങനെ നാഷണൽ ടീമിൽ ഇപ്പൊ ദൈവം സഹായിച്ച് 14 വർഷമായിട്ട് ഇപ്പോഴും നമ്മളിങ്ങനെ പോയിക്കൊണ്ട് ഇരിക്കുന്നു ഇതിന്റെ ഇത് അപ്പോ is it a pride moment for you to support the team അതെപ്പോഴും പ്രൈഡ് മൂവ്മെന്റ് ഞാൻ എപ്പോഴും പറയുമ്പോൾ എനിക്ക് മാത്രമല്ല ഓട്ടോമാറ്റിക്കലി ഇന്ത്യക്കും ഓൾറെഡി കേരളത്തിനും അഭിമാനം എന്ന് ഇത് പറയാം നമുക്കൊരു ടീമിന്റെ ആരോഗ്യം പക്ഷെ ടീമിന്റെ ഡോക്ടറും ഓട്ടോമാറ്റിക്കലി സ്പോർട്സ് മെഡിസിൻ ഡോക്ടറും ഫ്രം കേരളത്തിൽ നിന്ന് തന്നെയാണ് ചാവക്കാട് ഇത് കോഴിക്കോട് കണ്ണൂർ ഇപ്പോൾ വർക്ക് ചെയ്യണം അപ്പൊ അത് ഞാൻ പറഞ്ഞു ആ ടീം എന്നുള്ള ഒരു വരുമ്പോഴാണ് നമുക്ക് റിസൾട്ട് കുറച്ചുകൂടി അധികം കൊടുക്കാം ഡോക്ടർ ഷെരീഫ് എന്ന് പറഞ്ഞ സാറ് അപ്പൊ ആ ഒരു രീതിയിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കേരളത്തിന് എപ്പോഴും ടീമിന്റെ കൂടെയുള്ള ഇപ്പോഴത്തെ ഈ രീതിയിൽ ഞാനിപ്പോ ചിലപ്പോ ചില സമയത്ത് പറയും ഭാഗ്യക്കേട് കൊണ്ട് മസാജേഴ്സും മലയാളീസ് ആണ് അല്ലെങ്കിൽ ബാക്കി മെഡിക്കൽ സ്റ്റാഫ് ഫുള്ള് മലയാളീസ് ആണ് അപ്പൊ ഒരു ടീം വർക്ക് കുറച്ചുകൊണ്ട് ഇമ്പ്രൂവ് ചെയ്ത് അപ്പൊ അത് ശരിക്കും കേരളത്തിനും ഇത് നമുക്ക് അഭിമാനിക്കാം പക്ഷെ നമുക്ക് റിസൾട്ട് വരുമ്പോൾ നമ്മൾ കാണാൻ ഒരു ഇന്ത്യ എന്നുള്ള രീതിയിലാണ് ഞാൻ റെപ്രസെന്റ് ചെയ്യണേ നമ്മളൊരു സ്റ്റേറ്റ് മാത്രമല്ല പക്ഷെ അപ്പൊ നമുക്ക് ഇന്ത്യയിൽ പലരും പ്ലേയേഴ്സും ഉണ്ട് പലതാണ് കേരള പ്ലേയേഴ്സ് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കാന്നല്ല എല്ലാവരും ഒരേപോലെ കണ്ട് ഒരേപോലെ ട്രീറ്റ്മെന്റ് ചെയ്ത് അവരെ ഗ്രൗണ്ടിലേക്ക് അവർക്ക് 100% അല്ലെങ്കിൽ 200% എത്ര കൊടുക്കാൻ പറ്റും അതുപോലെ നമ്മൾ മോട്ടിവേഷൻ ചിലപ്പോൾ നമുക്ക് ഓർഡിനറി ഒരു സൈക്കോളജി സപ്പോർട്ട് കൊടുക്കേണ്ടി വരും ചിലപ്പോൾ അവരുടെ ഒരു ബ്രദർ സിസ്റ്ററിന്റെ പോലെ അല്ലെങ്കിൽ ഫാദറിന്റെ പോലെയൊക്കെ നിന്നിട്ട് നമ്മൾ അങ്ങനെയാണ് നമ്മൾ ഓൾറെഡി വിത്ത് ടീം വർക്ക് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കോച്ചിന്റെ പോലെ ജിജിയും സ്ട്രിക്റ്റ് ആണോ കോച്ചിന്റെ പോലെ ഞാൻ അത്ര സ്ട്രിക്റ്റ് അല്ല പക്ഷെ ഹോസ്പിറ്റലിൽ ഞാൻ കുറച്ച് സ്ട്രിക്റ്റ് ആണ് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം സ്ട്രിക്റ്റ് എന്ന് പറയാം കാരണം വെച്ചാൽ എനിക്കാന്ന് വെച്ചാൽ പേഷ്യന്റ് ഒരു കെയർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്സിംഗ് എനിക്ക് വരല്ല അല്ലെങ്കിൽ പേഷ്യന്റ് എക്സസൈസ് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ കറക്റ്റ് റിവ്യൂ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ കുറച്ചു അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഇപ്പൊ നമ്മൾ മലയാളത്തിൽ ഇത് കൺവേർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്നെ ചൂടെന്ന് വിളിക്കും ചിലവര് അല്ലെങ്കിൽ ചില ഇന്ത്യൻസ് അല്ലെങ്കിൽ വരാൻ പേടിക്കും പക്ഷെ ഞാൻ ഓപ്പൺ മൈൻഡഡ് ആണ് ഞാൻ അത് അപ്പോഴത്തെ രീതിയിൽ ഞാൻ പറയാം പിന്നെ ഞാൻ അത് മറക്കും അതുകൊണ്ട് ഞാൻ കുറെ ലൈഫിൽ അതുകൊണ്ട് സഫർ ചെയ്തിട്ടുണ്ട് ഇല്ല ഞാൻ പറയുന്നില്ല പക്ഷെ ടീമിന്റെ വരുമ്പോൾ മാത്രം ഓട്ടോമാറ്റിക് ഞാൻ ടോട്ടലി ഡിഫറെന്റ് മാൻ ആണ് കാരണം വെച്ചാൽ ഞാൻ
അവരായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് ഓട്ടോമാറ്റിക് ഞാൻ ഈ പറഞ്ഞ 2015 സാഫ് കപ്പ് തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ ഓൾറെഡി സ്നാക്സ് കഴിഞ്ഞു, ഹോട്ടലുകാരൻ സ്നാക്സ് കഴിഞ്ഞ് ടീമിന് കിട്ടില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ മലയാളിയായിട്ട് ഞാൻ മാത്രം ടീമിന്റെ ഒപ്പം ഉണ്ടായിരുന്നു. ടീം ഡോക്ടർ വേറെ ഡോക്ടറായിരുന്നു. Right. അപ്പൊ ഓട്ടോമാറ്റിക് വരുമ്പോ ഞാൻ ഓട്ടോമാറ്റിക് സ്റ്റാഫായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് അവരായിട്ട് ചൂടായി. അന്ന് കുറച്ച് പ്ലേയേഴ്സ് സന്ദേശം ഇങ്ങനെ അടക്കം ചോദിച്ചു, സാർ ഇങ്ങനെ ചൂടാവോ എന്ന് ചോദിച്ചിരുന്നു. Right. 2015 ഞാൻ ആ. 2011 ടീമിന്റെ ഒപ്പം ജോയിൻ ചെയ്തതാണ്. Okay. അപ്പൊ അതുകൊണ്ട് ഞാൻ ചിലപ്പോ പറയാൻ സ്റ്റീഫൻ കോൺസ്റ്റന്റൈൻ എന്ന് പറഞ്ഞ കോച്ചുണ്ട്. എല്ലാവർക്കും അറിയാം, നല്ല ദേഷ്യക്കാരനാണ്, കുറച്ചൊന്നല്ല, നല്ല ദേഷ്യക്കാരനാണ്. പക്ഷെ ആളെ സമാധാനിപ്പിക്കുന്ന ആള് ഞാനാണ്. എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ആളെ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പൊ അത് കാണുമ്പോൾ എനിക്ക് ഇപ്പോഴും മനസ്സിൽ ചിരി വരും. ഇവിടെ ഞാൻ വേറെ, പക്ഷെ അവിടെ പോകുമ്പോ അപ്പൊ അത് ഒരു മേ ബി ലൈഫായിരിക്കും. എന്റെ ലൈഫ് അങ്ങനെ എന്റെ ക്യാരക്ടർ ആവില്ല, ഒരു Right. സാഹചര്യം കൊണ്ട് ഞാൻ അങ്ങനെ ആവുന്നതാണ്. അത് ഇപ്പോഴത്തെ ഇതിൽ പറയുന്ന ചിലവര് എന്നെ അങ്ങനെയാണ് ചിലപ്പോ കണ്ടേക്കണേ, എന്റെ വേറൊരു ഇത് കാണാൻ. പക്ഷെ ഞാൻ സ്ട്രേറ്റ് ഫോർവേഡ് ആണെന്ന് മാത്രം ഒരു ഇതിനുള്ള കാര്യം ചിലപ്പോ തുറന്നു പറയുന്നു മാത്രം. അപ്പൊ എന്തായിരിക്കും ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ ഒരു അൾട്ടിമേറ്റ് ഗോൾ? ഉം. ഷുഡ് ഇറ്റ് ബി മേക്ക് എ പേഷ്യന്റ് ഹാപ്പി? ഷുഡ് ഇറ്റ് ബി മേക്കിംഗ് എ സൊസൈറ്റി ഹാപ്പി? ഓർ റീച്ചിങ് സംതിങ് ലൈക്ക് ബീങ് റിപ്രസെന്റിങ് ഇന്ത്യ? വാട്ട് ഡു യു ഫീൽ പേഴ്സണലി? ഇത് പറയാന്ന് വെച്ചാൽ ഒക്കെ മൂന്നും കൂടി കമ്പൈൻ ചെയ്യേണ്ടി വരും. Right. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഭാഗ്യം കൊണ്ട് എനിക്ക് തന്നെ ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റി. ഓട്ടോമാറ്റിക് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ആദ്യമേ പുറത്തേക്ക് പോകാൻ താല്പര്യമില്ലാത്ത ആളാണ് ഞാൻ. കാരണം വെച്ചാൽ എന്തുകൊണ്ട് ഇന്ത്യയിൽ ഓട്ടോമാറ്റിക്കലി പ്രൊഫഷണൽ വർക്ക് ചെയ്ത് എല്ലാവരും പോയി ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാ, പുറത്താണ്, അവൻ പുറത്താണ്, ആള് പുറത്താണ്, മനസ്സിലായി. അങ്ങനത്തെ ഒരു കസിൻസ് ആരോട് ചോദിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് പുറത്തേക്ക്. പക്ഷെ ഞാൻ ഇന്ത്യയിൽ എന്തുകൊണ്ട് ഇത് വരെ അങ്ങനെ ചിന്തിച്ച് തുടങ്ങിയിട്ടുള്ള ആളാണ്. അപ്പൊ ഇവിടെ Right. തന്നെ നിൽക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഫാമിലി ടോട്ടലി എല്ലാവരുടെയും ആഗ്രഹങ്ങൾ പലതും ഉണ്ടാവും. Right. അങ്ങനത്തെ ഒരു ഇതായതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാ, എല്ലാവരെയും ഹാപ്പി ആക്കുന്ന പറയും നമ്മള് കമ്മ്യൂണിക്കേഷൻ കൊണ്ട് മാത്രമല്ല, റിസൾട്ട് കൊണ്ട് നമുക്ക് ഹാപ്പി ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ അതൊരു വലിയൊരു സർവീസ് ടു കമ്മ്യൂണിറ്റിയാണ്. അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ അറിയില്ല, നമ്മളും വയസ്സുകാലത്ത് വേദനയായിട്ട് നടക്കുമ്പോ അയ്യോ എനിക്ക് അന്ന് എക്സസൈസ് ചെയ്യാറുന്നില്ലേ, അല്ലെങ്കിൽ എനിക്ക് അന്ന് ഫിസിയോതെറപ്പി ചെയ്യാറുന്നില്ലേ, അതിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കൂല. അതേപോലെ തന്നെ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മള് കമ്മ്യൂണിറ്റിയിൽ ഇതിന്റെ എഡ്യൂക്കേഷൻ നമ്മൾ സ്പെൻഡ് ചെയ്യാണ്ടിരിക്കുമ്പോൾ നമ്മൾ വയസ്സുകാലത്ത് നമ്മൾ ആലോചിച്ചിട്ട് നമുക്ക് പിന്നീട് നമ്മൾ വിഷമിച്ചിട്ട് ഇതില്ല. അപ്പൊ അത് എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ കമ്മ്യൂണിറ്റി മാത്രമല്ല, ഇന്ത്യനെ മാത്രമല്ല, നമ്മൾ ഓട്ടോമാറ്റിക്കലി സ്വാഭാവികമായിട്ട് ഒരു സമൂഹത്തിന് തന്നെ ഓട്ടോമാറ്റിക്കലി വലിയൊരു ഇതായിട്ട് ഞാൻ പറഞ്ഞ ഒരു മെഡിക്കൽ പ്രൊഫഷൻ എന്ന് പറഞ്ഞു, ഫിസിയോതെറപ്പി മാത്രം ഞാൻ പറഞ്ഞ മെഡിക്കൽ Right. പ്രൊഫഷൻ അതൊരു വലിയൊരു ഘടകമാണ്. ഇപ്പോ ഞാൻ ചിലപ്പോ വായിച്ചപ്പോ പീപ്പിൾ ഫ്രം ജപ്പാൻ, പീപ്പിൾ ഇൻ ഏഷ്യൻ കൺട്രീസ് ലൈക്ക് ചൈന, they all live up to 90, 100. They are still active. ആക്റ്റീവ് അപ്പൊ അവര് they have some form of exercises in their daily routine, a proper diet. ഇപ്പോ നാട്ടില് ചോദിച്ചാ മോനെ ഞാൻ പ്രായമായി, ഇനി എക്സസൈസ് ചെയ്തിട്ട് കാര്യമുണ്ടോ? അപ്പോ എന്താണ്, is there an age limit for exercise? ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പേഷ്യൻസിൽ ഇപ്പൊ ചില ഒരു വെറ്ററൻ അത്ലറ്റ് ഉണ്ട്. ഷീ ഈസ് 75 പ്ലസ്. ഓ. ഇപ്പോഴും ഇന്റർനാഷണൽ ഇതിലുണ്ട്. ഇപ്പൊ 2 months ബിഫോർ ഫിലിപ്പീൻസിൽ ഒരു ഇന്റർനാഷണൽ മീറ്റ് 3 ഗോൾഡ്സും ഒരു സിൽവറും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കാണുമ്പോ ഇതൊക്കെ ഞാൻ പറഞ്ഞു, ഇതൊക്കെ എനിക്കുള്ള ഒരു മോട്ടിവേഷൻ ആണ്. അപ്പൊ ഞാൻ എപ്പോഴും അല്ലെങ്കിൽ എന്റെ റിലേറ്റീവ്സ് പറയണ കാരണം എനിക്ക് വയസ്സായ മോനെ, എനിക്ക് ഇനി എക്സസൈസ് ഒന്നും ചെയ്തിട്ട് കാര്യം. പക്ഷെ നമ്മള് ഇങ്ങനെ ചിന്തിക്കുമ്പോ എപ്പോഴും നമ്മൾ രോഗികൾ ഉണ്ടാക്കുകയാണ് ചെയ്യണത്. നമ്മൾ സ്വാഭാവിക ആക്റ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം. പുറമെ ഇതിൽ ഞാൻ പറഞ്ഞ പിന്നെ ഒരു പേഷ്യന്റ് ഫോർ എക്സാമ്പിൾ പറഞ്ഞു, കാനഡയിൽ ഓട്ടോമാറ്റിക്കലി അവരൊരു റിലേറ്റീവ് ഉണ്ട്, മുട്ടുവേദന നീ പെയിൻ ആണ്. അപ്പൊ അവരാദ്യം ചെയ്യിച്ചത് എക്സസൈസ് ആണ്. ആദ്യം പോയിട്ട് സൈക്കിള് ചവിട്ടാൻ പറഞ്ഞു. നമ്മളവിടെ ഇത് ചെയ്യാൻ പറഞ്ഞു. ഇതൊക്കെ ചെയ്യണമെന്നുള്ളതാണ് ആദ്യം Right. ചോദിക്കുക. പക്ഷെ അവരുടെ പെയിൻ പോയി, അവർ ആക്റ്റീവായി. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ പറയുന്നത് നമുക്കൊന്ന് ജിറിയാട്രിക് റീഹാബിലിറ്റേഷൻ ഒരു ഇതുണ്ട്, പക്ഷെ ഇത് ഗ്രൂപ്പായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. Right. ആ രീതിയിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ ലൈറ്റ് ഫിസിയോ പുതിയൊരു ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ ഇത് ഫോം ചെയ്യാൻ, അപ്പൊ കുറച്ച് ഗ്രൂപ്പ് തെറപ്പിക്കൽ ഫെസിലിറ്റീസ്. പക്ഷെ ഞാൻ അതല്ല, ഇതൊരു സ്ഥലത്ത് മാത്രം തുടങ്ങിയോണ്ട് ഒരു കാര്യം അവസാനിക്കുന്നില്ല. ഇത് പല സ്ഥലത്തും ഇത് തുടങ്ങി. അതിനെ നമുക്ക് ഞാൻ പറയാം, നമ്മള് വയസ്സന്മാരെ ഉണ്ടാക്കാണ്ടിരിക്കാൻ നോക്കാന്നാണ് പറയാ. എല്ലാവരും ചുറുചുറുക്ക് ഉള്ളവരെ തന്നെ അത് സമൂഹത്തിന് എപ്പോഴും നമ്മൾ പണ്ടത്തെ കാലത്ത് നല്ല യങ് ജനറേഷൻ ഉണ്ടെങ്കിൽ എപ്പോഴും അതൊരു സമൂഹത്തിന് അല്ലെങ്കിൽ ഇന്ത്യക്ക് വലിയൊരു മുതൽക്കൂട്ടാവും. അപ്പൊ അതിൽ ഫിസിയോന്റെ റോള് വലുതാണ്, എക്സസൈസിന്റെ റോള് വലുതാണ്. കോമൺ എക്സസൈസ് അല്ല, കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ അസസ്മെന്റ് ചെയ്തിട്ട് മസിൽ ഇംബാലൻസ് നോക്കി ഇൻഡിവിജ്വലൈസ്ഡ് എക്സാം പ്രോഗ്രാം കൊടുക്കാന്ന് വെച്ചാൽ അത് എപ്പോഴും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് വയസ്സന്മാരെ ഇല്ലാണ്ടാക്കാൻ നമുക്ക്
പറ്റരുത് എന്തായാലും. വയസ്സന്മാര് ബൈ ഏജ്. ഏജ് ബൈ ഏജ് ബൈ ഏജ്. ഫിസിക്കലി they should be ഫിസിക്കലി they ദേ will ഷുഡ് ബി be young. യങ്. Right. കാരണം വെച്ചാൽ നമ്മളവിടെ ഇപ്പൊ നമ്മൾ അറിയാം, നമുക്ക് ഓട്ടോമാറ്റിക്കലി കൂടുതൽ പേരോ ഒക്കെ വീട്ടില് അവർ ഒതുങ്ങി കഴിയണം, അവർക്ക് ഡിപ്പെൻഡന്റ് ആയി പോവാണ്. അപ്പൊ Right. അവർക്ക് സൈക്കോളജിക്കലി സ്ട്രെസ് കൂടണം. അയ്യോ എനിക്ക് ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല, ചെയ്യണമെന്നുണ്ട്, പക്ഷെ എക്സസൈസ് എന്ന് കേൾക്കുമ്പോൾ അയ്യോ അത് എനിക്ക് ചെയ്യാൻ പറ്റുമോ, പക്ഷെ അത് നമ്മൾ സപ്പോർട്ട് ചെയ്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ബൈ ഏജ് അല്ലാണ്ട് നമുക്ക് ഓട്ടോമാറ്റിക് പ്രായം കുറയ്ക്കാൻ നമുക്ക് പറ്റില്ല. പറ്റില്ല. ഞാൻ ഇപ്പൊ ചൈനയിലൊക്കെ നമ്മൾ പോയിട്ട് നമ്മൾ കാണുന്നതാണ്, അവിടെ കുറെ പാർക്കിൽ എക്സസൈസ് ചെയ്യുന്നത്. നമ്മളവിടെ പാർക്കിൽ എക്സസൈസും സാധനങ്ങൾ ഉണ്ടാവും, പക്ഷെ അതൊന്നും തുരുമ്പ് പിടിച്ച് കിടക്കുന്ന ആരും യൂസ് ചെയ്യുന്നത്. പക്ഷെ അതിൽ Right. എഡ്യൂക്കേറ്റ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വി ക്യാൻ ബ്രിങ് ബാക്ക് ടു ദ നോർമൽ, അവർക്കും ആക്റ്റീവ് ആവാൻ പറ്റുന്നതാണ് എന്റെ വിശ്വാസം. What do you feel the most simplest exercise someone can do on a daily basis? Simple. സിമ്പിൾ. ഇപ്പൊ മീൻസ് ഇത് ചെയ്യാൻ പറ്റണം, എനിക്ക് ഇതിന് സമയം മാറ്റി വെക്കണം. What could ഞാൻ എപ്പോഴും പറയാന്ന് വെച്ചാൽ, ഞാൻ പറയുന്ന എക്സസൈസ് കൊണ്ട് നോർമൽ സ്ട്രെച്ചിങ്സ് ഒക്കെ നമ്മളിപ്പോ രാവിലെ എണീക്കുമ്പോൾ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എണീക്കാൻ, നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് എന്ന് വെച്ചാൽ ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ ആദ്യം വരിക കൈ എടുത്തിട്ട് നമ്മൾ ഈ ഒരു സാധനമാണ് ആദ്യം ഇപ്പോഴത്തെ കാലത്ത് ചെയ്യണത്. അപ്പൊ നമ്മൾ അതിന് പകരം ഇത് ചെയ്യണതിന് പകരം നമ്മൾ ഓട്ടോമാറ്റിക് ഈ ഒരു സ്ട്രെച്ചിങ്ങും സൈഡും ഫിംഗർ സ്ട്രെച്ച് ചെയ്യാണ്ട് ജോയിന്റിനെ സ്ട്രെച്ച് ജോയിന്റിനെ സ്ട്രെച്ച് ചെയ്യാൻ നോക്കി കഴിഞ്ഞ് കുറച്ച് കാര്യങ്ങൾ ഇരുന്നിട്ടായാലും നമുക്ക് പല സ്ട്രെച്ചസ് ചെയ്യാം, ആംഗിൾ ടോ മൂവ്മെന്റ്സ്, ഇതൊക്കെ ഓട്ടോമാറ്റിക് ഇമ്പോർട്ടന്റ്. പക്ഷെ ആരും അത് ചെയ്യാറില്ല. നമ്മൾ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇരുന്നത് പിള്ളേരായാലും എന്റെ കുട്ടികളായാലും ചിലപ്പോൾ നോക്കുമ്പോൾ ഇതിങ്ങനെ സ്വാഭാവികമായിട്ട്, അപ്പൊ അത് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊണന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അതൊരു ബെസ്റ്റ്. നമ്മൾ സ്ട്രെച്ച് ചെയ്ത് ആംഗിൾ ടു മൂവ്മെന്റ്സ് തന്നെ ചെയ്ത് എനിക്കാന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മൾ സെക്കൻഡ് ആർട്ട് കാഫാണ്. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി കാഫ് പമ്പിങ് തന്നെ നോർമലി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പിന്നെ അതേപോലെ തന്നെ വെള്ളം കുടിക്കുക, ഡയറ്റ് കാര്യങ്ങൾ നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ സ്വാഭാവികമായിട്ടും സിമ്പിൾ എക്സസൈസ്. അതിനിപ്പോ നമുക്ക് ഒരു അരമണിക്കൂറൊന്നും വേണ്ട, ചിലപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് ഓട്ടോമാറ്റിക് ചെയ്യാം. അതന്നെ നമുക്ക് ചെയ്യാൻ നമ്മളെ ഇപ്പോഴത്തെ സാഹചര്യം. പക്ഷെ ഇതിന്റെ ദോഷം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അനങ്ങാൻ പറ്റാത്ത സൊസൈറ്റീസ്, നമുക്ക് അസുഖമുള്ള കമ്മ്യൂണിറ്റി നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. അത് Yeah. ചേഞ്ച് ചെയ്യേണ്ട ഇതായി. അല്ലെങ്കിൽ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഒരു വർക്ക് ചെയ്യാൻ ആളെ കിട്ടാത്ത സ്ഥിതിയിലേക്കാവും. ഇപ്പോൾ ഞങ്ങളുടെ അപ്കമിങ് ജനറേഷൻ കുട്ടികളാണ്. വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് എക്സസൈസ് ഫോർ ചിൽഡ്രൻ ഓർ ഹൗ ക്യാൻ വി അഡ്വൈസ് ദം? അത് നമുക്ക് എല്ലാവരും എപ്പോഴും പറയുന്ന കാര്യങ്ങളുണ്ട്. അതായത് പറയും എല്ലാവരും ഇപ്പൊ ഇപ്പോഴത്തെ ജനറേഷൻ ഫുള്ള് ഇത് സോഷ്യൽ മീഡിയ, മൊബൈൽ. പക്ഷെ അതിനെന്താ പ്രതിവിധി എന്നുള്ളത് ആരും ചിന്തിക്കാറില്ല. നമുക്ക് എക്സസൈസ് വരുമ്പോൾ നമുക്ക് സ്കൂൾ അവിടെ നിന്ന് തൊട്ട് തന്നെ ഓട്ടോമാറ്റിക് തുടങ്ങാം. പണ്ടത്തെ കാലത്ത് നമുക്ക് പറഞ്ഞാൽ പി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടന്റ്. ഇപ്പൊ പി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ കളിക്കാൻ വിടാന്നുള്ള Right. രീതിയിലേക്ക് നമ്മൾ മാറി. പക്ഷെ അതിൽ കുറച്ച് എഡ്യൂക്കേറ്റ് ചെയ്ത് നമുക്ക് ക്ലാസ്സസ് ഓട്ടോമാറ്റിക്കലി, ഞാൻ ചില സമയത്ത് ക്ലാസ്സസ് എടുക്കാൻ പോവാറുണ്ട്. അല്ലെങ്കിൽ ഇതായാലും ചിലപ്പോൾ പോലീസ് അക്കാഡമി അങ്ങനത്തെ ഇതിലൊക്കെ എടുക്കാൻ പോവാറുണ്ട്. നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്ത സ്കൂളിൽ കുറച്ചുകൊണ്ട് എക്സസൈസിന്റെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ നമ്മളൊരു ജനറൽ അവർ അസസ്മെന്റ് ചെയ്തിട്ട് അവർക്ക് എന്തൊക്കെയാണ് പ്രോബ്ലംസ് എന്ന് വെച്ചാൽ, നമ്മൾ ചെറിയ കുട്ടികളെന്നും പറയുന്നത് ഫ്യൂച്ചർ ജനറേഷൻ ആണ് നമ്മൾ Right. ഓട്ടോമാറ്റിക്കലി. കാരണം ഫ്യൂച്ചർ ജനറേഷൻ നമ്മൾ ബിൽഡപ്പ് ചെയ്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ജനറേഷൻ അവിടെ സ്റ്റോപ്പ് ആയി പോകും. അപ്പൊ അതിൽ ഞാൻ എപ്പോഴും പറയുന്നുണ്ട് അവർ ഓട്ടോമാറ്റിക്. പക്ഷെ നമുക്ക് ചില സമയത്ത് പ്രാക്ടിക്കലി പോസിബിൾ ആവില്ല ഇത്ര കുട്ടികളെ. പക്ഷെ അവിടുത്തെ എന്ന് വെച്ചാൽ ചിലരൊക്കെ എനിക്ക് നല്ല സപ്പോർട്ടീവായിട്ട് അവിടുത്തെ സ്പോർട്സ് അവരുടെ സ്റ്റാഫ്സ് ഒക്കെ അവർ നന്നായിട്ട് ഇന്ററാക്ട് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ പറയുന്നതൊക്കെയാണ് അവർക്ക് ശ്രദ്ധിക്കേണ്ടത്. ഓ. നമുക്ക് ഡയറ്റ് ഞാൻ പറഞ്ഞ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ പറഞ്ഞാൽ നമുക്ക് കാണുന്നതാണ്, എന്റെ കുട്ടികളുടേതായാലും കാണുന്നതാണ്. നമ്മൾ ഓട്ടോമാറ്റിക് പ്രോപ്പർ ഡയറ്റ് അവർ നോക്കില്ല. ഫ്രൂട്ട്സ് ചിലപ്പോൾ അവർക്ക് ഫ്രൂട്ട്സ് കഴിക്കാൻ മടിയാണ്, എന്നാൽ ബർഗർ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. Right. അപ്പൊ ആ രീതി പക്ഷെ ഇപ്പൊ ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്. പക്ഷെ അവരൊന്നുകൊണ്ട് എഡ്യൂക്കേറ്റ് ചെയ്ത് അവർക്ക് എക്സസൈസ്, ഇപ്പൊ ചിലയിടത്ത് യോഗയുണ്ട്. ഇപ്പൊ യോഗ ഒക്കെ ഫോം ഓഫ് എക്സസൈസ് ആണ്. അല്ലാണ്ട് ഞാൻ ഇത് യോഗ ചെയ്യാൻ പാടില്ല, ഫിസിക്കൽ ചെയ്യാൻ മാത്രം ചെയ്യാൻ പാടില്ല, ഞാൻ ഒരിക്കലും അങ്ങനെ പേഴ്സണൽ പറയാല്ല. പക്ഷെ യോഗയിലും ചില എക്സസൈസ് ചിലപ്പോൾ അസുഖങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല. ആ Right. ഒരു രീതിയിൽ നമുക്കപ്പോ എല്ലാ എക്സസൈസ് നമ്മുടേതായിട്ടുള്ള എക്സസൈസ് ഇൻകോപ്പറേറ്റ് ചെയ്യേണ്ടി വരും. Okay. അപ്പൊ ആ രീതിയിൽ നമ്മൾ കമ്മ്യൂണിറ്റി സ്കൂൾ എഡ്യൂക്കേഷൻ പ്രോപ്പർ ആയി കഴിഞ്ഞാൽ, എക്സസൈസ് എഡ്യൂക്കേഷൻ പ്രോപ്പർ വെച്ചാൽ കുട്ടികൾക്ക് എപ്പോഴും അവർക്ക് ഗ്രാസ്പിംഗ് പവർ കൂടുതലാണ്. Right. അവർക്ക് ഒരു വട്ടം കാണിച്ചു കൊടുത്താൽ മതി. പക്ഷെ ആരും അത് ചിന്തിക്കാറില്ല. നമ്മള് ചിന്തിക്കുന്ന വെച്ചാൽ ഇത് എങ്ങനെയാ പറ്റിയത്, എങ്ങനെയാ പറ്റുക, നമ്മൾ നെഗറ്റീവ് മാത്രമാണ് ചിന്തിക്കുള്ളൂ. എങ്ങനെയാ പറ്റാന്ന് മാത്രമേ. പക്ഷെ ഇത് പറ്റൂന്നുള്ളതാണ് എന്റെ വിശ്വാസം. എന്റെ മകനടക്കം ഇപ്പൊ ബ്രിഡ്ജിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ അടുത്ത് പറഞ്ഞാൽ മതി, അവൻ ബ്രിഡ്ജിങ് ചെയ്ത് കാണിച്ചു തരും എനിക്ക്. Right. മനസ്സിലായോ? കാരണം അവന് ഓവർ എക്സസൈസ് എന്നല്ല പറയണേ, പക്ഷെ Right. നമ്മളെ പറയാം. അല്ലെങ്കിൽ എന്റെ മോള് 3.5 വയസ്സുള്ള മോളായാലും ബ്രിഡ്ജിങ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവള് ബ്രിഡ്ജിങ് കാണിച്ചു. അപ്പൊ നമുക്ക് ആ ഗ്രാസ്പിംഗ് അറിയാം. അപ്പൊ അവർക്ക് Right. ആ ഗ്രാസ്പിംഗ് കപ്പാസിറ്റി ഉള്ള, ഞാൻ എപ്പോഴും പറയാം, അവരൊന്ന് ബേസിക് എഡ്യൂക്കേഷൻ ഇപ്പം ഫിസിയോ പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ അവരുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആ ഭാഗത്ത് നിന്ന് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് ഓട്ടോമാറ്റിക് യൂസ്ഫുൾ ആയിരിക്കുന്നതാണ് എന്റെ മനസ്സിലുള്ള ഒരു ഇതാണ് പറയുന്നത്. ബിക്കോസ് ഞാനിപ്പോ കണ്ടമാനം യങ് പേഷ്യൻസ്, യങ് കിഡ്സ് Kids. ഒ പിയിൽ കാണും. അപ്പൊ എല്ലാവരും കഴുത്ത് വേദന, പുറം വേദന, ബോഡി പെയിൻ. അപ്പൊ ഞാൻ അമ്മയുടെ അടുത്തോ അല്ലെങ്കിൽ കുട്ടിയുടെ അടുത്ത് ചോദിക്കും, മോളെ എന്തെങ്കിലും കളി ഉണ്ടോ, ഉണ്ട്. അല്ലെങ്കിൽ
ഇല്ല, അവള് ഫുൾ ടൈം വീട്ടില് വെറുതെ ഇരിക്കുക. വീട്ടിലിരിക്കും. പഠിക്കാണ്. ആ, അപ്പൊ ഞാൻ കുട്ടിയുടെ അടുത്ത് ചോദിക്കും, ഉം, പഠിക്കുന്നുണ്ടോ? ആ, കുറച്ച് പഠിക്കും. പഠിക്കും. പിന്നെ കുറച്ചു നേരം മൊബൈൽ മൊബൈൽ നോക്കിയിരിക്കും. ഇപ്പൊ നോക്കിയിരിക്കും. ആരും കളിക്കാനോ പിന്നെ അല്ലെങ്കിൽ ഒരു ഔട്ട്ഡോർ അതെ. ആക്ടിവിറ്റി ആർക്കും ഇപ്പോ ഒരു ഇല്ല. ഇല്ല. So I think importance of extracurricular activity, be it anything, be it a sport, be it yoga, be it dance. I think the children should be pushed at least twice a week or thrice a week for some activity is important. അത് ശരിയാണ്, സാർ പറഞ്ഞത് ശരി തന്നെയാണ്. പക്ഷെ ഞാൻ അതിനൊരു പ്രതിവിധി ബെസ്റ്റ് ഇത് പറയാ, നമ്മളിപ്പോ അമ്മമാരെന്നെ പറയില്ല, അച്ഛന്മാരെന്നെ പറയാ, അവള് എപ്പോഴും ഇതാണ്. നമ്മളപ്പോ ചിന്തിക്കുന്നില്ലേ എന്തുകൊണ്ട് നമ്മൾ അവരുടെ ഒപ്പം എക്സസൈസ് ചെയ്യുന്നില്ല. Correct. പാരന്റ്സ് അവരുടെ ഒപ്പം എക്സസൈസ് ചെയ്ത് എന്നാൽ ഞാനിത് പുറമേക്ക് പോകുമ്പോൾ ചൈന അങ്ങനെ നോക്കുമ്പോൾ കുട്ടികളെല്ലാവരും ഓട്ടോമാറ്റിക്കലി ആ പാർക്കിൽ ഇൻവോൾവ് ആണ്. ചിലയിടത്ത് ഇപ്പൊ അവിടെ പറയും ലാഫിങ് എക്സസൈസ് ചൈനയിൽ. ഞങ്ങൾ വിചാരിക്കും എന്താ ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ പറയും എന്ത് ഭ്രാന്ത് പിടിച്ചോന്ന്. നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ മലയാളം ടൈമിൽ പറയുമ്പോൾ അങ്ങനെ പറയും. പക്ഷെ അത് ഫാമിലിയും കൂടി ഇൻവോൾവ് ചെയ്ത് ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇതിൽ നമുക്ക് അവർക്കും ഓൾറെഡി ഞാൻ അതാണ് പ്രതിവിധി പറയാറ്. ഞാൻ ഈ അതെ. ടോക്ക് ആയതുകൊണ്ട് എന്ന് വെച്ചാൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെഡ്വെഞ്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മെഡിക്കലി ഓൾറെഡി അല്ലെങ്കിൽ നമ്മള് ഒരു കാര്യം നമുക്ക് പ്രാക്ടിക്കലി പോസിബിൾ അല്ലാത്തൊരു കാര്യം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഞാൻ പറയാം പാരന്റ്സും കൂടി ഇൻവോൾവ് ചെയ്ത് അതെ. ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരാൾ മൊബൈൽ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ എന്തെങ്കിലും ഒരു ചിലപ്പോൾ എന്റെ ടീം റിലേറ്റഡോ ഞാൻ എപ്പോഴും അത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കും പ്ലേയേഴ്സിന്റെ കാര്യം ഓൺ അസൈൻമെന്റ് ബേസിസ് ആണെങ്കിലും. അതെ. ഞാൻ മൊബൈൽ എടുത്ത പിള്ളേരെ അപ്പോഴേക്കും മൊബൈൽ എടുക്കാനുള്ള ടെൻഡൻസി അവർക്ക് തോന്നും. അല്ല, അപ്പൊ കുട്ടികൾ കാണുന്നത് അപ്പം അപ്പനും അമ്മയും അവന് എന്താ അമ്മയെ ചെയ്യുന്നത്? കാണുന്നത്. അപ്പൊ അവര് എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഫാമിലി ആ രീതിയിലേക്ക് നമ്മൾ ജനറേഷനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് ശരിക്കും നമുക്കൊരു വലിയൊരു വാസ്റ്റ് ചേഞ്ച്. അതിനൊരു 15-20 മിനിറ്റ് നമ്മൾ എപ്പോഴും പറയുന്ന കാര്യം സമീല് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. ആ മൊബൈലിൽ തിരിക്കുന്ന നേരം കൊണ്ട് നമ്മൾ ആ പേപ്പർ വായിക്കുന്നത് ഒരു 20 മിനിറ്റ് മാറി അതൊരു 5 മിനിറ്റ് ന്യൂസ് വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് പകരം 10 മിനിറ്റ് എക്സസൈസ് കുട്ടികളെ നമുക്ക് ചെയ്യാൻ കുട്ടികളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വാക്കിങ്ങിന് പോകാന്ന് പറഞ്ഞാൽ ഇത് ടോട്ടലിങ് ഞാൻ എപ്പോഴും എന്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് സാറ് ചോദിക്കുന്നത്. ശരിക്കും ഇത് നല്ലൊരു ഇതായിന്ന് ഞാൻ പറയുള്ളൂ. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടലി ഇത് ചേഞ്ച് ചെയ്യാൻ നമുക്ക് പറ്റുമെന്ന് തന്നെയാണ് എന്റെ ശരിക്കും 100% വിശ്വാസം. ഓക്കെ. സോ ഫൈനലി ഇപ്പോ ഒരു ആഹ്, ഒരു പോസ്റ്റ് 12th കഴിഞ്ഞ കുട്ടിക്ക് why should they choose physiotherapy as an option in your experience? കാരണം എന്താ വെച്ചാൽ ഇപ്പം നമുക്ക് പലരും ചോദിക്കുന്ന ഫിസിയോതെറപ്പി അത് ഞാൻ ഇത് ഞാൻ പറഞ്ഞു അത് ഡോക്ടറിന് വെക്കാൻ പറ്റില്ല ഇതിന്. കാരണം ഇതിന് ഞാൻ എപ്പോഴും പറയാറ് ഇത് ഇറ്റ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് പ്രിഫിക്സ് ഡോക്ടർ ഓർ എനിത്തിങ്. ഹൗ യു ക്യാൻ ഹെൽപ്പ് എ കമ്മ്യൂണിറ്റി വിത്ത് അവർ ഹാൻഡ്സ് ഓർ വി ക്യാൻ കോസ് മിറാക്കിൾസ്. കാരണം അതെ. ഫിസിയോതെറപ്പി എനിക്ക് പഠിച്ചത് എനിക്ക് ഒരിക്കലും ഞാൻ ബാക്കിലേക്ക് തോന്നിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴും ഓട്ടോമാറ്റിക്കലി പലരും ചോദിക്കുക അയ്യോ സാർ അന്ന് കൈവച്ചതിന് ശേഷം അല്ലെങ്കിൽ അന്ന് ഇത് മാറ്റിയതിന് ശേഷം എനിക്ക് പിന്നെ വന്നിട്ടില്ല വേദന. ഇതൊക്കെ നമുക്ക് കേൾക്കുമ്പോഴുള്ള സന്തോഷം. അപ്പൊ നമ്മൾ പറയുന്നത് നമുക്ക് ഓക്കെ കോമ്പറ്റീഷൻ എല്ലാ ലെവലിലുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും പറയും ഇപ്പൊ എന്റെ റിലേറ്റീവിലും MBBS കഴിഞ്ഞ് അതിലും കോമ്പറ്റീഷൻ ഉണ്ട്. അതിലും പഠിച്ചു തുടങ്ങിയ ജോലി ഒരിക്കലും കിട്ടില്ല. കിട്ടണമെന്നില്ല. അപ്പൊ ഏത് പ്രൊഫഷൻ ആയാലും കോമ്പറ്റീഷൻ. അതായത് ഞാൻ എപ്പോഴും പറയുന്നത് സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്ന് പറയും. അപ്പൊ ഇതില് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ പ്രൊഫഷൻ വലിയൊരു നോബിൾ പ്രൊഫഷനാണ്. നമ്മളത് ഡെഡിക്കേറ്റ് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് ഡിറ്റർമിനേഷനും ഇത് കൂടെ ടീം വർക്ക് കൂടി ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെതായ ഇത് കിട്ടും. പക്ഷെ നമ്മളത് കറക്റ്റായിട്ട് റിസൾട്ട് ഓറിയന്റഡ് ആയിരിക്കണം, എവിഡൻസ് ബേസ്ഡ് ആയി ഇതൊക്കെ ഇൻവോൾവ് ചെയ്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെയും വരെ പോകാൻ പറ്റുമെന്നാണ് ഞാൻ എന്റെ എക്സ്പീരിയൻസ് ഞാൻ എപ്പോഴും ബഡ്ഡിങ് ജനറേഷന് പറയാറ്. അയ്യോ ഇത് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ജോലി കിട്ടും ഇത്രയേ കിട്ടുള്ളൂ. അത് കിട്ടാൻ കാരണം നിങ്ങൾ റിസൾട്ട് കൊടുക്കും സ്വാഭാവികമായിട്ടും ഹോസ്പിറ്റൽ മാനേജർ ആരുമായാലും നിങ്ങൾക്ക് കൂടുതൽ ശമ്പളം തരാനായാലും നിങ്ങൾക്ക് വേറെ ഓപ്പർച്യൂണിറ്റി കിട്ടാൻ എപ്പോഴും നമുക്ക് അവസരമാണ്. എന്നെ പണ്ട് ഒരു പേഷ്യന്റ് ഇവിടെ ചെയ്ത് തന്നെ ഓൾറെഡി ഇപ്പോഴല്ല 2012 തന്നെ ഓട്ടോമാറ്റിക്കലി ആൾ ഓട്ടോമാറ്റിക് ഓഫർ മസ്കറ്റിൽ ചെയ്തതാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിൽ തന്നെ നിൽക്കാനില്ല. അപ്പൊ നമ്മൾ റിസൾട്ട് ഓറിയന്റഡും കറക്റ്റ് ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഫിസിയോതെറപ്പിയിൽ ഇനിയും വന്നുകൊണ്ടിരിക്കും. പക്ഷെ നമ്മളത് ഓട്ടോമാറ്റിക്കലി നമ്മളൊരു കോമ്പറ്റീറ്റ് ചെയ്തായിരിക്കും. ഒരു സ്പോർട്സിൽ നമ്മൾ ഫസ്റ്റ് എല്ലാവർക്കും കിട്ടണമെന്നില്ല. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് കിട്ടുള്ളൂ. അപ്പൊ ആ രീതിയിൽ തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും അഡ്വൈസ് ചെയ്യണതാണ് ഇതൊരു നല്ലൊരു പ്രൊഫഷനാണ്. ബാക്കി ഞാൻ പറഞ്ഞ പോലെ ആദ്യം പറഞ്ഞ മുകളിലത്തെ ആൾ തീരുമാനിക്കും. അത് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഇതിലായാലും നമുക്ക് മുൻപന്തിയിൽ ഞാൻ ഈ പ്രൊഫഷൻ മാത്രമല്ല നമ്മൾ വെറുതെ ഇരുന്ന വീട്ടുകാരാണ് ഞാൻ എപ്പോഴും പറയാറ്. വീട്ടുകാർ ഒരിക്കലും ബുദ്ധിമുട്ടിക്കുക. വീട്ടുകാർ പൈസ കൊടുത്ത് പഠിപ്പിച്ചിട്ട് നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയില്ലെങ്കിൽ അവരുടെ വിഷമം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് അറിയില്ല. എല്ലാവരും ഉള്ളിൽ ഒതുക്കും. അപ്പൊ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ ഈ പ്രൊഫഷനിൽ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ എല്ലാം ബഡ്ഡിങ് ജനറേഷനോടുള്ള എന്റെ അഡ്വൈസും അതേപോലെ എന്റെ എക്സ്പീരിയൻസും. So thank you, Gigi, for sharing your experiences with us. It's an honor for us that ഒരു ഇന്ത്യൻ നാഷണൽ ടീമിന്റെ ഒരു ഫിസിയോ ഞങ്ങളുടെ
പോഡ്കാസ്റ്റിൽ വന്നത്. സോ ഐ ഹോപ്പ് യു ഹാഡ് എ ഗുഡ് ടൈം. ഇല്ല അതിൽ ഒരിക്കലും ഞാൻ പറയില്ല. ഇതിൽ ശരിക്കും സാറിനോട് എനിക്ക് സാറിന് ഡോക്ടർ എന്തായാലും എനിക്ക് പേഷ്യന്റ് റെഫർ ചെയ്യും. പക്ഷെ അതിന്റെ അല്ല. പക്ഷെ ഇത് കേട്ടപ്പോ തന്നെ കാരണം വെച്ചാൽ ആരും ഉള്ളിന്റെ ഉള്ളിൽ നോ വൺ തിങ്ക് അബൌട്ട് വാട്ട് എവരി വൺ സഫേഴ്സ് ഇൻ ദയർ ലൈഫ്, എസ്പെഷ്യലി മെഡിക്കൽ പ്രൊഫഷൻ. മേ ബി ഡോക്ടർ, ഇറ്റ് മേ ബി നേഴ്സ്, വാട്ട് എവർ ഇറ്റ് മേ ബി. അതൊരിക്കലും ആരും ചിന്തിക്കാറ്. പക്ഷെ ഇതൊരു വലിയൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ചില കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി പറഞ്ഞല്ലാണ്ട് വെറുതെ ഒരു ഇന്ററാക്ഷന് വേണ്ടി നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ അതിന് ഞാൻ എപ്പോഴും പറയേണ്ടത് ഈ ക്രൂവ് ഓട്ടാനിക് സാറിനോട് പ്രത്യേകിച്ച് ഞാൻ ഇത് പറയുന്നു. ഇത് ബാക്കി ഇനി എല്ലാവരുടെയും എത്തട്ടെ. ബാക്കിയുള്ളവർ ഇതിൽ ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അപ്പോഴാണ് ലോകം നമുക്ക് ഈ മെഡിക്കൽ പ്രൊഫഷണറുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവും. പേഷ്യന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കണം. അവരുടെ ബുദ്ധിമുട്ടിന് വേണ്ടിയിട്ട് പ്രഷർ പലരും ചെയ്യണം. പക്ഷെ ഡോക്ടേഴ്സിന്റെ അല്ലെങ്കിൽ ബാക്കിയുള്ള മെഡിക്കൽ പ്രൊഫഷണൽ ബുദ്ധിമുട്ടുകൾ ഓട്ടോമാറ്റിക്കലി മനസ്സിലാക്കി ഇത് കൊണ്ടുവന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിന് ഞാൻ എന്തായാലും എനിക്ക് എന്തായാലും വലിയൊരു സന്തോഷമാണ്. ഞാൻ ഈ ടീമിനും എല്ലാവർക്കും സാറിനും പ്രത്യേകം നന്ദി പറയുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു.